പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ റമദാനിന്റെ പ്രത്യേകത മനസ്സിലാക്കുമ്പോൾ അതിന് എത്രത്തോളം വലിപ്പമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ ഹദീസ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞാൽ ഷഹീദിനെ മറികടക്കുന്നൊക്കെ പറയുമ്പോൾ ഒരു വാക്കുകൊണ്ട് നമ്മൾ അതിനങ്ങോട്ട് ചെറുതായി കാണാൻ പാടില്ല. ഒരുമിച്ച് ഇസ്ലാമിലേക്ക് വന്ന് രണ്ടുപേരും ഒരേപോലെ ജീവിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച് ഒരാൾ ഒരു യുദ്ധത്തിൽ മരിച്ച് ഒരു വർഷം കൂടി മറ്റേ ആൾ ജീവിച്ച് സാധാരണ മരണം വരിച്ചപ്പോ സാധാരണ മരണം വരിച്ച ആളാണ് സ്വർഗത്തിലേക്ക് ആദ്യം കടന്നത് എന്ന് ത്വൽഹ റളിയല്ലാഹു സ്വപ്നം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സത്യമാണ് എന്ന് സത്യപ്പെടുത്തുകയും അതിൽ അത്ഭുതപ്പെടാനുണ്ട് എന്ന് ചോദിക്കുകയും ചെയ്ത സന്ദർഭത്തെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ഷഹീദിന് എത്ര വലിയ പദവിയുണ്ട്, ആ പദവിയെ മറികടന്നുകൊണ്ട് ഒരു റമദാൻ കൂടി കിട്ടിയ ഒരു മനുഷ്യന് ലഭിച്ച അനുഗ്രഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഷഹീദിന് തന്നെ അള്ളാഹു കൊടുക്കുന്ന ഒരു പദവി എത്രത്തോളം ഉണ്ട് എന്ന് പറയാനാണ് ഈ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് പറഞ്ഞത്? കുടുംബ ബന്ധുമിത്രാദികളിൽപ്പെട്ട തൗഹീദ് ഉള്ളവർക്ക് വേണ്ടി 70 പേർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ അള്ളാഹു ഷഹീദിന് അനുവാദം കൊടുക്കും. 2, ഹൂറുൽ ഐനിൽപ്പെട്ട സ്വർഗ സ്ത്രീകൾ. ഹൂറുൽ ഐൻ എന്ന് പറഞ്ഞാൽ വിശാലാക്ഷികൾ എന്നാണ്. വിശാലമായ, അതിന്റെ ഭാഷാർത്ഥം അങ്ങനെയാണ്, വിശാലമായ നേത്രങ്ങളുള്ളവർ. സ്ത്രീയുടെ കണ്ണിന്റെ വിശാലതയും അതിന്റെ വലിപ്പവും നീളവും ഒക്കെ അതൊരു ഭംഗിയായി ലോകത്ത് ആളുകൾ എന്നും എണ്ണിയതാണ്. അല്ലാഹു തആല അതിനെടുത്തു പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യമായി പറഞ്ഞത് ഹൂറുൽ ഐനിൽപ്പെട്ട 72 ഇണകളെ അദ്ദേഹത്തിന് നൽകും. മൂന്നാമതായി ഞാൻ ബാക്കിൽ ഇങ്ങോട്ട് പോകുമ്പോ യൂളഉ അലാ റഅസിഹി താജുൽ വഖാർ, കിരീടം ആ മനുഷ്യന്റെ ആ കിരീടം അദ്ദേഹം അണിയിപ്പിക്കുന്ന ഒരു രംഗമുണ്ടാകും. ആ കിരീടത്തിലെ ഒരു മുത്തു തന്നെ ഭൂമിയിലുള്ളതിനേക്കാളും ദുനിയാവിലുള്ളതിനേക്കാളും വലുതായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളിൽ എന്തൊക്കെ അസ്വസ്ഥതകളും എന്തൊക്കെ പ്രയാസങ്ങളും എന്തൊക്കെ ഭയവിഹ്വലതയും കടന്നു വരുമോ ആ സർവ്വ പേടിയിൽ നിന്നും അദ്ദേഹത്തിന് നിർഭയത്വം അല്ലാഹു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞത് വയുജാറു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷ കൊടുക്കുമെന്നതാണ്. സ്വർഗത്തിലെ സീറ്റ്, ഇരിപ്പിടം, അവിടെ ചെന്നിരിക്കാനുള്ള ആ ഷഹീദിന് കൊടുക്കുന്ന സ്വർഗത്തിന്റെ ഇടം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുമെന്നതാണ്. മാത്രമല്ല ആ ഷഹീദാകുന്ന നിമിഷങ്ങളുടെ തൊട്ടു മുമ്പ് ശരീരത്തിൽ വെട്ടേറ്റ് കുത്തേറ്റ് ശരീരത്തിൽ നിന്ന് വീഴുന്ന ആദ്യത്തെ രക്തത്തുള്ളി വീഴുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ട അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ മാറ്റുമെന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു എന്നത് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ 6 കാര്യങ്ങൾ പ്രത്യേകമായി ഷഹീദിന് നൽകും. ഇത്രയും പ്രത്യേകതയും മഹത്വവുമുള്ള ഷഹീദിനെ മറികടന്നുകൊണ്ടാണ് ഒരു റമദാൻ കൂടി അയാൾക്ക് ലഭിച്ചു എന്ന കാരണം കൊണ്ട്, ഒരു വർഷത്തെ നമസ്കാരങ്ങൾ സുജൂദുകൾ അദ്ദേഹത്തിന് ലഭിച്ചു എന്ന കാരണം കൊണ്ട് ഷഹീദിനെ മറികടന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വിഷയങ്ങളെ നമ്മൾ കൃത്യമായി പഠിക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, നബിയെ അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ ഏറ്റവും ഖൈറായ ആളുകൾ ആരാണ്? പ്രവാചകൻ പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, നന്നായി ജീവിക്കാൻ ആയുസ് കിട്ടുകയും സൽക്കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്തവരാണ്. എങ്ങനെ ജീവിക്കാൻ 70 കൊല്ലം 80 കൊല്ലം അവസരം കിട്ടി. ഒരു 60 കൊല്ലത്തിന്റെയും 70 കൊല്ലത്തിന്റെയും ഇടയിലാണ് ശരാശരി ഒരു നമ്മുടെ ആയുഷ്കാലം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബൈന 60 വ 70 എന്ന ഹദീസ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇവിടെ ചോദ്യം എന്താണ്? അയ്യുന്നാസി ഖൈർ, ആരാണ് ഏറ്റവും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ഏറ്റവും നല്ലവനായ മനുഷ്യൻ ആരാണ്? മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ദീർഘമായി ജീവിക്കാൻ അവസരം കിട്ടുക, കർമ്മങ്ങൾ നന്നാക്കാൻ പറ്റുക. ഒരാൾ 60 കൊല്ലം കഴിഞ്ഞിട്ട് ജീവിച്ചു, 70 കൊല്ലം കഴിഞ്ഞിട്ട് ജീവിച്ചു, കർമ്മമൊന്നും ചെയ്യാൻ പറ്റണില്ല. പിന്നെ ആ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? രോഗം കൊണ്ട് കിടപ്പിലായി. അത് അല്ലാഹു തആല അർത്ഥത്തിൽ അതിനെടുക്കും. മറിച്ച് കുറെ 100 കൊല്ലം ജീവിച്ചിട്ടുണ്ട്, പക്ഷേ 80 കൊല്ലായിട്ടും 70 കൊല്ലായിട്ടും ഞാൻ ഖബറിലേക്ക് കാലു നീട്ടിയവനെ പോലെ പ്രായാധിക്യം കൊണ്ട് ഏതു സമയത്തും മരിക്കാം, പെടുന്നനെ മരിക്കാം. 10ലും 20ലും 30ലും 40ലും യൗവനത്തിലും ചോരത്തിളപ്പിലും ഒക്കെ മരിച്ചിട്ടുണ്ട് കുറെ ആളുകൾ. പക്ഷെ ഞാൻ പ്രായാധിക്യം കൊണ്ടു തന്നെ ഞാനിപ്പോൾ മരണത്തോട് അടുത്തു നിൽക്കുന്നവനാണ് എന്ന ബോധത്തോടുകൂടി കർമ്മങ്ങളെ സക്രിയമാക്കാൻ, കർമ്മങ്ങളെ സജീവമാക്കാൻ, അള്ളാഹുവിന്റെ പള്ളിയുമായി കൂടുതലെടുക്കാൻ അള്ളാഹു തആല നമുക്ക് ദീർഘായുസ് നൽകുന്നു. ധാരാളം അമലുകൾ ചെയ്യാൻ പറ്റുന്നു. ഇതാണ്
മനുഷ്യകൂട്ടത്തിൽ ഏറ്റവും നല്ലവരായ വ്യക്തിത്വങ്ങളെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, തൂബാ ലിമൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. തൂബ രണ്ടർത്ഥാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വ്യാഖ്യാനങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, തൂബ സാധാരണ മംഗളം, ആശംസകൾ നേരുന്നു. ലിമൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ദീർഘമായി ജീവിക്കാൻ പറ്റി ധാരാളം നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയവർക്ക് മംഗളം. ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ മറ്റൊരർത്ഥമുള്ളത് സ്വർഗത്തിലെ തൂബ ഷജറത്തും മിനൽ ജന്ന. തൂബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലെ ഒരു മരം അവർക്ക് വേണ്ടി ഉണ്ട് എന്നതാണ്. ഇതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. എന്നിട്ട് തൂബ എന്ന മരത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 500 വർഷത്തെ യാത്രാ ദൈർഘ്യമുണ്ടാകും ആ മരത്തിന്റെ, ഒരു മരത്തിന്റെ, തൂബ വൃക്ഷത്തിന്റെ തണലിന് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് കാണാം. അതുകൊണ്ട് ഈ റമദാൻ എന്ന് പറയുന്ന പവിത്രമായ ഒരു മാസത്തിന്റെ പ്രത്യേകത നമ്മുടെ മനസ്സിലുണ്ടാകാനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ വിളിച്ചിട്ട് പറയും, അതാക്കും ഷഹ്റു റമളാൻ ഷഹ്റുൻ മുബാറക്. ഇതാ നിങ്ങളിലേക്ക് വരുന്നു റമളാൻ മാസം, ഇതാ വരുന്നു, അതൊരു മുബാറക്കായ അനുഗ്രഹീതമായ മാസമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ വിളിച്ചു പറയും. മാത്രമല്ല മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഉൻസിലത്ത് സുഹഫു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയ ഏട്, നമ്മൾ സാധാരണ സൂറത്തുൽ അഅലയിൽ ഓതുമ്പോ സുഹഫി ഇബ്രാഹിം എന്ന് പറയില്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇറക്കപ്പെട്ട ഏട്, അത് ഇറങ്ങിയത് ഫി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിന്റെ ആദ്യ രാത്രിയിലാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വ ഉൻസിലത്തി തൗറാത്ത്, തൗറാത്ത് അല്ലാഹു തആല ഇറക്കി കൊടുത്തത് ലിസിത്തി മലൈന മിൻ റമളാൻ, റമളാനിലെ ആദ്യത്തെ 6 കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വ ഉൻസിലൽ ഇൻജീൽ, ഇൻജീൽ ഇറക്കപ്പെട്ടത് ലി 13 ഖലത് മിൻ റമളാൻ, റമളാനിന്റെ 13-നാണ് അല്ലെങ്കിൽ 13 കഴിഞ്ഞ ആ രാത്രിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വ ഉൻസിലൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ടത് ലി 24 ഖലത് മിൻ റമളാൻ, നോമ്പ് 24 പൂർത്തിയായി 25-ാമത്തെ രാവിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന സന്ദർഭങ്ങൾ ഏത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ സ്വഹീഹായ ഹദീസ് എടുത്ത് പണ്ഡിതന്മാർ കൊടുക്കുന്നുണ്ട്. 27-ാമത്തെ രാവിന് പ്രത്യേകത പറഞ്ഞ ഹദീസ് ഉണ്ട്. പക്ഷേ 25-ാമത്തെ രാവിലാണ് ഇവിടെ പ്രയോഗിച്ച വാക്ക് വഉൻസിലൽ ഖുർആൻ ലി 24 ഖലത് മിൻ റമളാൻ എന്ന് പറഞ്ഞാൽ 24 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 25-ാമത്തെ രാവിലാണ് അള്ളാഹുവിന്റെ ഖുർആൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന്റെ ഇറക്കം ആരംഭിച്ചത് എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ലൈലത്തുൽ ഖദറിനെ അവസാനത്തെ 10-ലെ ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിക്കാൻ പറയുമ്പോ ചില പണ്ഡിതന്മാർ 25-ാമത്തെ രാവിനും 27-ാമത്തെ രാവിനുമൊക്കെ കൂടുതൽ പ്രത്യേകത പറയാനുള്ള ചില കാരണങ്ങൾ ഈ അർത്ഥത്തിലുള്ള ഹദീസുകളാണ് എന്നുകൂടി സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ റമളാൻ മാസത്തിൽ ഒരുപാട് വിജയങ്ങൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ബദറിന്റെ ചരിത്രത്തിലേക്ക് കടന്നാൽ സമയം അതിന് കുറെ വേണ്ടി വരും. ഫത്ഹു മക്ക അത് റമളാനിലാണ്. അതുപോലെ തന്നെ ഖന്തക്കിന് വേണ്ടിയുള്ള സൈന്യത്തിന്റെ തയ്യാറെടുപ്പുകൾ മുഴുവൻ നടത്തുന്നത് പരിശുദ്ധമായ റമളാനിലാണ്. അതുപോലെ തന്നെ സഖീഫ് ഗോത്രം എന്ന് പറയുന്ന ഗോത്രം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് പരിശുദ്ധമായ റമളാനിലാണ്. ഫതുഹുൽ ഫുതൂഹ് ഇതൊക്കെ സംഭവിക്കുന്നത് പരിശുദ്ധമായ റമളാനിലാണ്. അപ്പൊ ഈ റമളാൻ എന്ന് പറയുന്നതിന്റെ ഒരു ആമുഖത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ പവിത്രതയെ നമ്മൾ സാധാരണ പോലെ മനസ്സിലാക്കി പോയാൽ പോരാ, മറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കതിലൂടെ പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, റമളാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം തന്നെ കൊടും ചൂടാണ്. ഈ കൊടും ചൂട് എന്ന് അറബികൾ അതിന് ആ ആശയത്തെ ഉൾക്കൊള്ളുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കടുത്ത ചൂടിൽ പരിശുദ്ധമായ റമളാനിൽ ബദറിന്റെ യുദ്ധത്തിന്റെ രംഗം നമ്മുടെ മനസ്സിലേക്ക് വരണം. പട്ടിണി, പണ്ഡിതന്മാർ അതിനെ പറഞ്ഞത് ഒട്ടിയ വയറ്, പൊട്ടിയ വാള്, തള്ളിയ കണ്ണ്. എന്നെ പ്രയോഗിച്ചത് പൊട്ടിയ വാള്,
ഒട്ടിയ വയറ്, തള്ളിയ കണ്ണ്. കണ്ണുകൾ വിശപ്പ് കൊണ്ട് തള്ളിപ്പോയിട്ടുണ്ട്, വയറുകൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഖന്തക്കിൽ നമുക്കൊക്കെ അറിയാം, കല്ലുകൾ വയറ്റത്ത് കെട്ടിയിട്ടാണ്. അത് റമദാനിലാണ് അതിന്റെ ഒരുക്കങ്ങൾ നടത്തുന്നത്. ഈ കിടങ്ങൊക്കെ നോമ്പ് നോറ്റിട്ടാണ് കിടങ്ങ് ഒഴിക്കുന്നത്. വിശന്ന് പൊരിഞ്ഞ് നിൽക്കുന്ന സമയം അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്നത്, പരിശുദ്ധമായ റമദാനിൽ ഒട്ടിയ വയറുമായി, പൊട്ടിയ വാളുമായി, തള്ളിയ കണ്ണുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആ ഉറപ്പോടുകൂടി സഹബ കിറാം ബദറിലേക്ക് ഇറങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ശക്തമായ ചൂട്, ദാരിദ്ര്യത്തിന്റെ കടുത്ത പ്രയാസം അനുഭവിക്കുക. തബൂക്ക് യുദ്ധം നടക്കുന്നത് മദീനയിൽ നിന്ന് 650 കിലോമീറ്റർ അപ്പുറത്താണ്. ഈ ചൂടിനെ കുറിച്ച് പറയുമ്പോൾ തബൂക്ക് ഒന്ന് ഓർക്കണം. നിസ്കാരത്തിന് ശേഷം നമുക്ക് തബൂക്കിന്റെ ചില നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത, കുറെ ആളുകളെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലാത്ത ചരിത്രത്തിന്റെ ചില ഡെപ്തിലേക്ക്, ഉള്ളിലേക്ക് കയറി ചെന്നാൽ ചൂടും സഹാബത്ത് സഹിച്ച ത്യാഗവും അവർ കുടിക്കാൻ ഉപയോഗിച്ച വെള്ളവും, ഒറ്റവാക്യം പറയാം, അവർ വെള്ളത്തിന് തബൂക്കിലേക്ക് നടക്കുമ്പോ അവരുടെ ചുണ്ടുകൾ പൊട്ടുന്നു ഒക്കെ ഉണ്ട് പറയാം നമസ്കാര ശേഷം. അവർ വെള്ളം ഒരിക്കലും ഇനി കിട്ടാൻ ഒരു മാർഗം കാണുന്നില്ല എന്ന് കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഒട്ടകത്തറുക്കുക. ഒട്ടകത്തിന്റെ ശരീരത്തിൽ വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള കഴിവുണ്ട്. കിർഷുണ്ട്, കിർഷ് എന്നതിന് പറയാം അറബി ഭാഷയിൽ. അതിന് വേറെ അർത്ഥങ്ങളുണ്ട്. ഈ വയറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഗത്തിനൊക്കെ പറയാം. എന്നിട്ട് ഒട്ടക തറുക്കാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഒട്ടക തറുത്തു മാറ്റി ഇറച്ചി വേറെയാക്കി കിർഷെടുത്തിട്ട് ഒരു തോൽപാത്രത്തിലേക്ക് ഇങ്ങനെ പീഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുടിച്ചോളൂ എന്ന്. ഒട്ടകത്തെ അറുത്ത് ഒട്ടകത്തിന്റെ കിർഷ് പീഞ്ഞ് അതൊരു തോൽപാത്രത്തിലേക്ക് പീഞ്ഞിട്ടാണ് തബൂക്കിന്റെ 650 കിലോമീറ്റർ അപ്പുറമുള്ള തബൂക്കിന്റെ മണ്ണിലേക്ക് 30,000-ഓളം വലിയ സൈന്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ച യുദ്ധത്തിൽ ഏറ്റവും വലിയ സൈന്യം തബൂക്ക് യുദ്ധത്തിലാണ്. 30,000 ആളുകളാണ് സൈന്യത്തിൽ പങ്കെടുക്കുന്നത്. അപ്പുറത്ത് റോമൻ സൈന്യമാണ്, 2 ലക്ഷം ആളുകളാണ് അപ്പുറത്തുള്ളത്. അപ്പൊ ആ കിർഷ് പീഞ്ഞിട്ടാണ് വെള്ളം കുടിച്ചത് എന്ന് വരെ ചരിത്രത്തിൽ കാണാം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ത്യാഗം സഹിക്കാൻ സർവശക്തനായ അള്ളാഹു നിശ്ചയിച്ച 12 മാസക്കാലങ്ങളിൽ 1 മാസക്കാലം അള്ളാഹു ആ അർത്ഥത്തിൽ തെരഞ്ഞെടുക്കുമ്പോൾ അതിന് ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ. സക്കാത്ത് നമ്മളോട് കൊടുക്കാൻ പറഞ്ഞ അള്ളയാണ്. 2.5%. 100-ന് 250, 1000-ന് 25, 10,000-ന് 250, 1,00,000-ന് 2,500. എന്റെ കണക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞല്ല. 100-ന് 250 കൊടുക്കണം എന്ന അർത്ഥത്തിലല്ല. 10 ലക്ഷം രൂപക്ക് നാം കൊടുക്കേണ്ട സക്കാത്ത് 25,000 രൂപയാണ്. അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. ഹജ്ജ് അള്ളാഹു ചെയ്യാൻ പറഞ്ഞതാണ്. നമസ്കാരം അള്ളാഹു നിർവഹിക്കാൻ പറഞ്ഞതാണ്. പക്ഷെ അവിടെ ഒന്നും പ്രയോഗിക്കാത്തൊരു വാക്ക് അള്ളാഹു പറഞ്ഞു, അസ്സൗമുലീ, നോമ്പ് എനിക്കുള്ളതാണ്. അപ്പൊ ഈ ഹജ്ജ് എന്ന കർമ്മോ ബാക്കി ഇബാദാത്തുകളോ ഒക്കെ അള്ളാഹ്ക്കുള്ളത് തന്നെയാണ്. പക്ഷെ നോമ്പ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അവന്റെ കൂലി പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അവന്റെ വജ്ഹ് നാളെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട്. പണ്ഡിതന്മാർ വജ്ഹിന് പ്രീതി എന്നർത്ഥം വെക്കാവുന്ന മേഖലകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അള്ളാന്റെ വജ്ഹ് തന്നെ, അള്ളാന്റെ വജ്ഹ് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട്, നാളെ സ്വർഗം കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കുന്ന സിയാദത്താണ് അള്ളാഹുവിനെ നേർക്ക് നേരെ കാണാൻ സൗഭാഗ്യം ലഭിക്കുക എന്നത്. അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ 1 മാസക്കാലം അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച്, പോക്കറ്റിൽ പണുണ്ട്, നമ്മളെ അറിയുന്ന ആരുമില്ല, നമ്മുടെ ബന്ധുമിത്രാദികളോ നമ്മുടെ അയൽപ്പക്കക്കാരോ ആരും നമ്മൾ അറിയാത്തൊരു സ്ഥലത്താണ് നമ്മൾ ഒറ്റക്കാണ്. വിശപ്പുണ്ട്, ദാഹമുണ്ട്, ഹോട്ടലുകൾ തുറന്നിട്ടുണ്ട്, വെള്ളം കിട്ടാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ അള്ളാഹു നിശ്ചയിച്ചതാണ് ഈ സമയം മുതൽ ഈ സമയം വരെ ഭക്ഷണപാനീയങ്ങൾ കഴിക്കരുത്, കുടിക്കരുത് എന്ന്. ഒരു ഓട്ട മത്സരത്തിന് ഒരു കുട്ടി സ്റ്റാർട്ടിംഗ് ലൈനിൽ നിൽക്കുന്നത് പോലെ, ഫിസിൽ കേട്ടാൽ അതിശക്തമായി ഓടാൻ തയ്യാറായി നിൽക്കുന്നത് പോലെ, അല്ലാഹു തആല അനുവദിച്ച സമയമായാൽ പിന്നെ ഒരു വസ്വാസമില്ലാതെ, സമയമായി ഒന്ന് ഉറപ്പായാൽ ഒരു വസ്വാസമില്ലാതെ ധൃതി കൂട്ടണം. ഞാൻ ആ നോമ്പിന്റെ അഹ്കാമുകളിലേക്ക് കടക്കുകയല്ല, സാന്ദർഭികമായിട്ട് പറയാം. അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. എന്റെ അടിമ ഞരമ്പുകൾ ഉണങ്ങി വരണ്ട് നിൽക്കുന്ന സമയം, എന്റെ അനുവാദം 6:35 ബാങ്കെങ്കിൽ
6:40 ബാങ്കെങ്കിൽ 6:39 വെള്ളം കുടിക്കാതെ, ഞാൻ അനുവദിച്ച സമയം 6:40 ആണെങ്കിൽ ആ 6:40 നേരെ സമയം നോക്കി നിന്ന് ഒരു കുട്ടി ലൈനിൽ കാല് വെച്ച് ഓടാൻ നിൽക്കുന്നത് പോലെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ റെഡിയാക്കി, ഇത്തപ്പഴവും വെള്ളവും ഇങ്ങനെ റെഡിയാക്കി, പടച്ചവനെ ഇനി 10 സെക്കൻഡേ ഉള്ളൂ, ആ സെക്കൻഡിൽ പ്രാർത്ഥനയോടുകൂടി അതിനിങ്ങനെ കാത്തിരിക്കുമ്പോ അള്ളാഹു സന്തോഷിക്കുന്ന നിമിഷമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അത് വലിയൊരു ഇഷ്ടമാണ് അള്ളാഹ്ക്ക്. കാരണം ലക്ഷക്കണക്കിന് അള്ളാന്റെ അടിമകള് അള്ളാന്റെ ആ പെർമിഷൻ കിട്ടാൻ ഇങ്ങനെ, ആ സമയത്തിന്റെ പെർമിഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു രംഗം, അത് അള്ളാഹ്ക്ക് വലിയ സന്തോഷമാണ്. സമയമായിട്ട് പിന്നെ ഒരു അഴഞ്ഞ നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ബാങ്ക് കേൾക്കാത്ത സ്ഥലത്താ സമയമായി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് പെട്ടെന്ന് നോമ്പറക്കണം, അതിന് വസ്വാസിന് നിൽക്കാൻ പാടില്ല. സമയമായാൽ തുറന്നോളണം. ചിലപ്പോൾ ബാങ്ക് കേൾക്കുന്ന സ്ഥലമാവും, ചിലപ്പോൾ ബാങ്ക് കേൾക്കാത്ത സ്ഥലമാവും. ബാങ്ക് കേൾക്കാത്ത സ്ഥലമാണെങ്കിൽ സമയമായ തുറക്കുക. അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. ആ ധൃതി, ഇത്രയും സമയം സുബഹി മുതൽ ഈ മഗ്രിബ് ബാങ്ക് വരെ നിന്ന നിനക്ക് ഒരു 2 മിനിറ്റും കൂടി സമാധാനത്തിൽ നിന്നൂടെ? 6:35 ബാങ്ക്, ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ 37 ആയിക്കൂടെ? ചോദിക്കാൻ പാടില്ല. അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത്. അള്ളാഹ്ക്ക് ആ സമയമായ തുറക്കലാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പടച്ചവനെ ഈ നാടി നരമ്പുകളൊക്കെ നനഞ്ഞു. അല്ലാഹ് നീ ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി റബ്ബേ. സബതൽ അജ്ർ ഇൻഷാ അല്ലാഹ്. റബ്ബേ നീ ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി. ആ നോമ്പിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, അസ്സൗമു ലീ. അത് ശീതീകരിച്ച റൂമില് നല്ല തണുപ്പുള്ള കാലാവസ്ഥയില് കേട്ടോ, സാധാരണ ചൂടൊന്നും ഇല്ലാത്ത സമയത്ത് ഒക്കെ നോക്കുന്നതിനേക്കാൾ നാം മനസ്സിലാക്കുക ആ റമദാൻ എന്ന പദം തന്നെ കടുത്ത ചൂടുള്ളത് എന്ന അർത്ഥം വെക്കുന്നതാണ് എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് ഞാൻ തബൂക്ക് യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞു വെച്ചത്. മുസ്ലിം ഉമ്മ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബ കിറാം റളിയല്ലാഹു അൻഹും നേരിട്ട ഏറ്റവും വലിയ സൈന്യമാണ് തബൂക്ക് യുദ്ധത്തിലെ സൈന്യം. 30,000-ഓളം ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത പട്ടിണിയിൽ നിൽക്കുന്ന സമയമാണ്. സഹാബത്ത് വിശപ്പ് കൊണ്ട് പൊറുതിമുട്ടുന്ന സമയമാണ്. പുറത്തിറങ്ങിയാൽ അതിശക്തമായ ചൂടാണ്, കടുത്ത പരീക്ഷനാണ്. എന്നിട്ടും 650 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന തബൂക്കിലേക്ക് ആളുകൾ നടക്കാൻ ഒരുങ്ങുകയാണ്. സ്വഹബ കിറാം റളിയല്ലാഹു അൻഹുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടിയാലോചിക്കുകയാണ്. അപ്പുറത്തുള്ള സൈന്യം 2 ലക്ഷത്തോളം വരുന്ന സൈന്യമാണ്. ഇവിടെ എല്ലാവർക്കും സഞ്ചരിക്കാൻ, ഈ 650 കിലോമീറ്റർ താണ്ടി പോകാൻ എല്ലാവർക്കും ഒട്ടകമില്ല. മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും ഒട്ടകമില്ല. 17 പേർ ഊഴമിട്ടെടുക്കണം, അത്ര ഒട്ടകേ ഉള്ളൂ ആകെ. എന്ന് പറഞ്ഞാൽ ഓരോട്ടകം 17 ആള് യാത്രക്ക് ഉപയോഗിക്കണം. അതുകൊണ്ട് 16 ആള് നടക്കുക, ഒരാൾ കയറുക, പിന്നെ ഒരാൾ ഇറങ്ങുക, ബാക്കി 16 ഒരാൾ കയറുക, പിന്നെ കുറച്ചു നേരം നടക്കുക, 2 ആള് നടക്കുക, 3-ാമത്തെ ആള് കയറുക. ഊഴമിട്ട് ഒരു ഒട്ടകത്തെ 17 പേർക്ക് ഉപയോഗിക്കണം. അത്ര ഒട്ടകങ്ങളെ ആരെ കയ്യിലുള്ളൂ? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സഹാബത്തിന്റെ കയ്യിലുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തബൂക്കിന്റെ ഒരുക്കം നടത്തുമ്പോ സഹാബത്തിനോട് ചോദിച്ചു, സഹാബ എന്തുണ്ട് നമ്മുടെ കയ്യിൽ? എല്ലാവരും ഒന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പകുതി കൊണ്ടുവന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു 4000 ദിർഹംസ് കൊടുത്തു കേട്ടോ. അങ്ങനെയൊക്കെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 200 ഊക്കിയ കൊടുത്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിലേക്ക് കയ്യിലുള്ള ദിനാറൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, നബിയെ നമുക്ക് സഞ്ചരിക്കാൻ ഒട്ടകൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ തരും കുറച്ചൊട്ടകത്തെ. 900 ഒട്ടകത്തെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തബൂക്ക് യുദ്ധത്തിന്റെ സൈന്യത്തിലേക്ക് കൊടുക്കുന്നത്. എത്ര? 900 ഒട്ടകം, 100 കുതിരകൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മാത്രം നൽകിയതാണ്. എന്നിട്ടാണ് ഈ 17 ആൾ വിടേണ്ടത്. അപ്പൊ 30,000-ത്തെ ഒന്ന് 17 കൊണ്ട് അരിച്ചു നോക്കിയപ്പോ എത്ര ഒട്ടകം ഉണ്ടാവും ആകെ? അതിൽ 900 ഒട്ടകം ആര് കൊടുത്തതാ? ഉസ്മാൻ റളിയല്ലാഹു കൊടുക്കുന്നതാ. 100 കുതിരകളെ ഉസ്മാൻ റളിയല്ലാഹു കൊടുക്കുന്നതാ. ഈ സൈനിക ഒരുക്കത്തെയും സൈന്യത്തെയും ഹദീസിലും ചരിത്രത്തിലും വിശേഷിപ്പിച്ചത് ജയ്സുൽ ഉസ്റ എന്നാണ്. ക്ലേശകരമായ സൈന്യം, തറ ക്ലേശത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. എന്നിട്ട് തബൂക്കിലേക്ക് നടക്കണേ, പറഞ്ഞല്ലോ ഒരൊട്ടകത്തെ 17 ആൾ ഉപയോഗിക്കണം. അപ്പൊ കുറെ 2 ആളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മാറി മാറി
പോവാം. ഇത് 17 പേരാണ്. ഒരാൾ ഇറങ്ങിയിട്ട് വേണം മറ്റൊരാൾക്ക് കയറാൻ. അപ്പോഴും ലാസ്റ്റത്താക്ക് എത്ര നടക്കേണ്ടി വരും? ചുട്ടുപൊള്ളുന്ന വെയില്, കുടിക്കാൻ വെള്ളമില്ല. ഇവരുടെ കയ്യിലത്തെ വെള്ളങ്ങളൊക്കെ തീരുകയാണ്. തോൽപാത്രത്തിൽ ശേഖരിച്ച വെള്ളമൊക്കെ തീർന്നു പോയി. കഴിക്കാൻ ഭക്ഷണമില്ല. സഹാബത്ത് പറയാണ്, തബൂക്കിലേക്ക് നടക്കുമ്പോ വഴിയിൽ കണ്ട ചെടികളുടെ ഇല തിന്ന് ഞങ്ങളുടെ 2 വായിന്റെയും ഈ ഭാഗം കീറിപ്പോയി. ഇലകൾ തിന്നിട്ട് സ്വഹാബത്തിന്റെ ഈ 2 ചുണ്ടുകളുടെ ഈ ഭാഗം, വായിന്റെ ഈ 2 ഭാഗവും ഇലകൾ ഇങ്ങനെ തിന്നിട്ട് ആട് കാട്ടിക്കുന്നത് പോലെ കാട്ടിച്ചു. അവർ ഇലകൾ തിന്നിട്ട് അവരുടെ ചുണ്ടുകൾ കീറിപ്പോയി എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞത്, അവസാനം കയ്യിലുള്ള എല്ലാ വെള്ളവും അവസാനിച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഒട്ടകത്തറുക്കാൻ 17 ആൾക്ക് ഊഴിട്ട് പോകാൻ ഒട്ടകെ ആകുള്ളൂ. പിന്നെ അതിന് എണ്ണം കുറയും മറക്കുമ്പോ. അങ്ങനെ ഒട്ടകത്തറുത്ത് ഒട്ടകത്തിന്റെ കിർഷ് പീഞ്ഞിട്ട് തോൽപാത്രത്തിലേക്ക് എടുത്ത് സഹാബികളോട് അല്പം കുടിക്കാൻ പറയുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ത്യാഗത്തിലാണ് പ്രിയപ്പെട്ടവരെ അവർ പോകുന്നത്. അങ്ങനെ പോകാൻ ഒരുങ്ങിയപ്പോ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവുമെന്ന് വിചാരിച്ച സമയത്ത് ചില കപട വിശ്വാസികൾ ഇതിൽ നിന്ന് പിന്മാറുന്നത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവിടെ നിന്ന് വിശദീകരിച്ച് പറയാൻ സമയമല്ല. പരിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 80 മുതൽ 81, 82, 83, 84 ആയത്തൊക്കെ ഈ തബൂക്കുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താ. 80 മുതൽ നിങ്ങളൊന്ന് വിട്ടുപോയി ഖുർആന്റെ പരിഭാഷ എടുത്ത് മറിച്ചു നോക്കിയാൽ മതി. അത് ഈ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതാ. അവിടെ 81-ാമത്തെ ആയത്തിൽ കാണാം, ഫരിഹൽ മുഖല്ലഫൂൻ ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹി. അല്ലാഹു തആല ഖുർആനിൽ പറയാ, എന്താ പറഞ്ഞത്? പിന്തിരിഞ്ഞു നിന്ന ആളുകൾ അവരുടെ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ടവർ സന്തോഷിച്ച ഒരു നിമിഷമുണ്ട്. വകരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം. അവരുടെ സ്വത്ത് കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗ സമരത്തിൽ തബൂക്കിന്റെ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നതിനെ വെറുത്തു നിന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്. ഫീ സബീലിൽ, അള്ളാന്റെ മാർഗത്തിൽ. വഖാലു, അവർ പറഞ്ഞു, ലാ തൻഫിറൂ ഫിൽ ഹർരി, ഈ കടുത്ത ചൂടിൽ നിങ്ങൾ ആരും പോകരുത് എന്നവർ പറഞ്ഞു. ഇവർ യുദ്ധത്തെ ഇല്ലാതാക്കാനും രക്ഷയില്ലാത്ത സമയത്ത് ഇസ്ലാമിന്റെ യുദ്ധം ഉണ്ടാവുക. അങ്ങോട്ട് പോകുന്ന യാത്രയെ മുടക്കാൻ വേണ്ടി ശ്രമിച്ചു കുറെ ആളുകൾ. അവർ പറഞ്ഞു ആരും പോവരുത് എന്ന് പറഞ്ഞു. അല്ലാഹു തആല ഖുർആനിൽ പറയാ, ഖുൽ, പറയൂ നബിയേ, നാറു ജഹന്നമ അശദ്ദു ഹർറ. നിങ്ങൾ ഈ ചൂട് കണ്ടുകൊണ്ടാണ് ആളുകളെ പിന്തിരിപ്പിക്കാനും പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞ് കാപ്പറ്റ്യം കാണിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ പറയൂ നബിയേ, നാറു ജഹന്നമ അശദ്ദു ഹർറ. നരകത്തിന്റെ ചൂട് എന്നത് എത്രയോ കഠിനമായ ചൂടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലൗ കാനൂ യഫ്ഖഹൂൻ. അല്ലാഹ് 82-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഫൽയൽഹഖൂ ഖലീലാ ഫൽയൽഹഖൂ ഖലീലാ. നിങ്ങൾ അല്പം മാത്രം ചിരിക്കുക. വലിയബ്ഖൂ കസീറാ. ധാരാളമായി നിങ്ങൾ കരയേണ്ടി വരും. ഇപ്പൊ നിങ്ങൾ ചിരിക്കുകയാണില്ലേ? ഈ ഇറങ്ങിത്തിരിച്ച പാവപ്പെട്ട സ്വഹാബികളെ നോക്കിക്കൊണ്ട് പിന്തിരിഞ്ഞ കപട വിശ്വാസികൾ അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് ചിരിക്കുന്ന രംഗം കണ്ടുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല ഖുർആനിന്റെ ആയത്തിലൂടെ പറയുകയാണ്, ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ. ഇതൊക്കെ അവർ പ്രവർത്തിച്ചത് നിമിത്തം അവർ അനുഭവിക്കാൻ പോകുന്നതാണ്, അവർക്ക് കിട്ടാൻ പോകുന്ന ജസാ ആണ് എന്ന് അല്ലാഹു ഇനി തുടർന്ന് പറയുന്നത്. അവരുമായി കൂട്ടുകൂടരുത്. യുദ്ധം കഴിഞ്ഞ് നിങ്ങൾ വിജയശീലാളന്മാരായി തിരിച്ചു വരുമ്പോ അടുത്ത യുദ്ധത്തിൽ ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നബിയെ, അവരെ നിങ്ങൾ ഒപ്പം കൂട്ടരുത്. ഇതൊക്കെയാണ് അടുത്ത ആയത്ത്. എന്നോട് കിടക്കണില്ല, സമയമല്ല. അങ്ങനെ ഇനി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇവർ പറയും, ഞങ്ങളും വരാം അടുത്ത യുദ്ധ നീക്കത്തിലേക്ക് എന്ന്. ഒപ്പം കൂട്ടരുത്, ഒപ്പം കൂട്ടരുത്. അവരെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാക്കാനുള്ളതാണ് എന്ന് അല്ലാഹു തആല പ്രയോഗിക്കുന്ന അടുത്ത ആയത്തുകൾ. അവരെ കൂടെ ഇരിക്കരുത് എന്ന് വരെ അല്ലാഹു തആല പറയുന്ന വാചകങ്ങളാണ്. തുടർന്ന് അല്ലാഹു തആലയുടെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ 83, 84 ആയത്തുകളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിത് പറഞ്ഞത്, ആ കടുത്ത ചൂട്, ആ ചൂട് സഹിച്ചുകൊണ്ട് ഇവർ പോവുകയാണ്. അവിടെ ഒരു മനുഷ്യന്റെ, ഒരു സഹാബിയുടെ പേര് ഞാൻ പ്രത്യേകം ഓർക്കുന്നു. അബൂ ഖൈസം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബൂ ഖൈസം എന്ന് പറയുന്ന മനുഷ്യൻ മുനാഫിക്കുകളുടെ ഈ പറച്ചിൽ കേട്ടിട്ട് വീട്ടിലേക്ക് മടങ്ങി. മുനാഫിക്കുകൾ ഇങ്ങനെ എല്ലാവരോടും പറയാണ്, ഭയങ്കര ചൂടാണ്, അവിടെ എത്തുമ്പോൾ തന്നെ ചൂടുകൊണ്ട് മരിച്ചു പോകും. 650 കിലോമീറ്റർ താണ്ടിയിട്ട് അവിടെ എത്തുമ്പോഴേക്കും നമ്മളെ കഥ തീരും, പിന്നെന്ത് യുദ്ധ എന്നൊക്കെ ചോദിച്ചിട്ട് അവരിങ്ങനെ പറയുന്നത് കേട്ടിട്ട് അബൂ ഖൈസം പിറകോട്ടടിച്ചു. അദ്ദേഹത്തിന് 2 ഭാര്യമാരാണ്. അദ്ദേഹം യുദ്ധത്തിന് പോകുന്നില്ല എന്നറിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് ഭാര്യമാരറിഞ്ഞിട്ട് നല്ല ബെഡ്ഷീറ്റൊക്കെ വിരിച്ചവരിങ്ങനെ 2 പേരും അവിടെ വീടുകളിൽ കാത്തു നിൽക്കുന്നതൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അങ്ങനെ അബൂ ഖൈസം വീട്ടിലേക്ക് തിരിച്ചു വന്നു. പോയി
അദ്ദേഹം യുദ്ധനീക്കത്തിൽ നിന്ന് പിന്തി പിറകോട്ട് പോയി തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന രംഗം ചരിത്രത്തിൽ വിശദമായി പറയുന്നുണ്ട്. ആ ഒരുക്കങ്ങളൊക്കെ പറയുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ആ വീട്, ആ ഭാര്യമാര് കാത്തിരിക്കുന്നതും അവർ സന്തോഷിക്കുന്നതും അവർ ചിരിക്കുന്നതും ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ അവിടെ എത്തി. ഭാര്യമാരിങ്ങനെ നല്ല വെള്ളം ഒരുക്കി അദ്ദേഹത്തിന് കുളിക്കാനുള്ളതും അതുപോലെ ചൂട് കുറയാനുള്ള സംവിധാനമൊക്കെ ചെയ്ത് അവരുടെ വീട്ടിൽ വളരെ സൗകര്യപ്രദമായ ഷീറ്റൊക്കെ വിരിച്ചിങ്ങനെ കാത്തു നിൽക്കുന്നത് കണ്ടപ്പോ അബൂ ഖൈസം ഭാര്യമാരോട് പറഞ്ഞു, കുറെ സമയം ഇങ്ങനെ അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹർ, ചൂടിലാണ്, അന ഫിൽ ളിൽ, ഞാൻ തണലിലാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ പോകുന്നു തബൂക്കിലേക്ക് എന്ന് പറഞ്ഞ് അബൂ ഖൈസം വീട്ടിൽ നിന്ന് തിരിച്ച് ഓടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എത്താൻ ഓടി. അങ്ങനെ കുറച്ച് വൈകിട്ടാണ് എത്തുന്നത്. എല്ലാവരും നടന്ന് മുമ്പേ പോയതല്ലേ. അബൂ ഖൈസം വീട്ടിലേക്ക് തിരിച്ചു പോയതാണല്ലോ. കുറച്ച് വൈകിട്ടാണ് അവിടെ എത്തുന്നത്. അപ്പൊ ദൂരെന്ന് സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ആ വരവ് കണ്ടിട്ട് അബൂ ഖൈസമിനെ പോലെയാണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് നബിയുടെ അടുക്കലേക്ക് എത്തുന്നതിന് മുമ്പ് നബി പറയുന്നുണ്ട്, കുൻ അബാ ഖൈസം, അത് അബൂ ഖൈസം ആവട്ടെ, അങ്ങനെ ആവട്ടെ, അദ്ദേഹം ആകട്ടെ. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളോടൊക്കെ ഇഷ്ടമായിരുന്നു അവർക്ക്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അതുകൊണ്ട് അബൂ ഖൈസം ആവട്ടെ അത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രത്യാശിക്കുകയും ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഞാനിത് പറഞ്ഞത്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, 650 കിലോമീറ്റർ, അതും കടുത്ത ചൂട്, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, എന്നിട്ട് അവർ പോവാണ് അള്ളാന്റെ മാർഗത്തിൽ. എല്ലാം വിട്ടിട്ടാ പോകുന്നത്, ഭാര്യമാരെ, മക്കളെ, വീട് എല്ലാം വിട്ട്. 650 കിലോമീറ്റർ ഇന്ന് നമുക്ക് ദീർഘമായ യാത്രയാണ്. അന്ന് ഓടാൻ കാറുകളില്ല, മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിൽ അല്പം വേഗതയിൽ പോകാനുള്ള കുതിര സംഘങ്ങളില്ല. ഈ ഒട്ടകപ്പുറത്ത് കയറി, അതും 17 പേർ ഊഴമിട്ട് പോവേണ്ട ഒട്ടകങ്ങൾ മാത്രമേ അവിടെ കയ്യിലുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ചൂടിനെ മറികടന്നുകൊണ്ട് അവർ പോകുന്ന ആ യാത്ര റമളാൻ എന്ന് പറയുന്ന ശക്തമായ ചൂട് എന്ന് പറയുന്നതിലേക്ക് ചേർത്ത് വായിച്ചുകൊണ്ട് നമ്മളൊക്കെ എന്തു ത്യാഗമാണ് സഹിച്ചിട്ടുള്ളത് എന്ന് ഒരു പുനരാലോചന നടത്താനാണ് ഞാൻ തബൂക്കിന്റെ ചരിത്രം ഈ സന്ദർഭത്തിൽ ഓർത്തിട്ടുള്ളത്. അബൂദർ റളിയല്ലാഹു അൻഹു ഈ സംഘത്തിലുള്ള ഒരു സഹാബിയാണ്. അബൂദർ സഹാബിയുടെ പേര് നമ്മളൊക്കെ കേട്ടതാ. തബൂക്കിന്റെ ഈ സൈന്യത്തിലുള്ള ഒരാളാണ് അബൂദർ റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന് തീരെ വയ്യ, വേഗത കുറവാ. അതുകൊണ്ട് അദ്ദേഹം ഒറ്റക്കായി, എല്ലാവരും പോയി. അദ്ദേഹം പറഞ്ഞു, പോയിക്കോളൂ, എന്നെ കാത്തിക്കണ്ട. അങ്ങനെ അദ്ദേഹം വളരെ പിറകിലായി, കുറേ സമയം വ്യത്യാസമായി. അങ്ങനെ അബൂദർ റളിയല്ലാഹു ഒട്ടകത്തെ വഴിയിൽ ഉപേക്ഷിച്ചു. ഇനി ഒട്ടകം കൊണ്ട് നടക്കാനില്ല, ഒട്ടകത്തെയും വലിക്കണം, ഒട്ടകം നടക്കണില്ല. അവസാനം ഭാരക്കെട്ട് തലയിൽ ചുമരിൽ പേറി തബൂക്കിന്റെ മണ്ണിലേക്ക് അബൂദർ റളിയല്ലാഹു കിതച്ച് കുടിവെള്ളം പോലും കിട്ടാതെ ഓടി വരുന്നൊരു രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർക്കുന്നുണ്ട്. എന്നിട്ട് അബൂദർ ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് ചുമലില് ഒട്ടകപ്പുറത്ത് വെച്ച ഭാരക്കെട്ടും ഏറ്റി ഒട്ടകത്തെ വഴിയിൽ ഉപേക്ഷിച്ച് കിലോമീറ്ററുകളോളം ചൂടേറിയ മരുഭൂമിയിലൂടെ കുടിവെള്ളം പോലും ഇല്ലാതെ പച്ചിലകൾ പറിച്ചു തിന്ന് അബൂദർ റളിയല്ലാഹു അൻഹു ഭാരക്കെട്ടുകളുമായി തബൂക്കിന്റെ മണ്ണിലേക്ക് ഓടി വരുന്നത് കണ്ടപ്പോ നിറകണ്ണുകളോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്കുണ്ട്, തഈഷു വഹീദ, താങ്കൾ ഒറ്റക്കായിട്ട് ജീവിക്കുന്നവനാണ്. വതമൂതു വഹീദ, ഒറ്റക്കായി താങ്കൾ മരിക്കും, ഒറ്റപ്പെട്ടവനായി മരിച്ചു പോകും. വതുബഅസു വഹീദ, എല്ലാവരുടെ കൂട്ടത്തിലുമല്ലാതെ ഒറ്റക്കായി താങ്കളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ചരിത്രത്തിലേക്ക് പോണില്ല, അങ്ങനെ ഒറ്റപ്പെട്ടിട്ടാണ് ലോകത്തുനിന്ന് ഇവിടെ പറയുന്നത്. അപ്പോ അതൊരു കുറ്റായിട്ടല്ല പറഞ്ഞത്, ആരുമില്ലെങ്കിലും ഒറ്റപ്പെട്ടവനായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം സഹിച്ച ഒരു മഹാരഥനായി അദ്ദേഹത്തെ പ്രിയപ്പെട്ടവരെ പിന്നെ കാണേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഞാൻ പറയുന്നത്, എത്ര ത്യാഗമാണ് ഇവരൊക്കെ സഹിച്ചിട്ടുള്ളത്. ഈ റമളാൻ ചൂടേറിയ കടുത്ത ചൂട് എന്ന് പറയുന്ന അല്പം ത്യാഗം സഹിച്ച് തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ കറകളും കഴുകിക്കളഞ്ഞ് സർവശക്തനായ റബ്ബിന്റെ മുമ്പിൽ ആ ഒരു നിഷ്കളങ്കനായ, ഒരു നിഷ്കാപ്പട്യനായ ഒരാളായി എനിക്കും നിങ്ങൾക്കും ഒന്ന് തന്റെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ കഴുകി വൃത്തിയാക്കാൻ പറ്റുന്ന ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് സർവശക്തനായ അള്ളാഹു നമുക്ക് നോമ്പിലൂടെ നൽകുന്നത്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസുണ്ട്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല റമളാൻ, റമളാനിൽ നിങ്ങൾ പ്രവേശിച്ചാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന, ഒരു പ്രയോഗം. മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നത് ഫുതിഹത് അബ്വാബുർ റഹ്മ, മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നത് ഫുതിഹത് അബ്വാബുസ് സമാവാത്ത്. മൂന്ന് അർത്ഥവും നമുക്കത് മനസ്സിലാകുന്നതാണ്. ഒന്ന്, സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തആല തുറന്നു വെക്കും.
2, കാരുണ്യത്തിന്റെ കവാടങ്ങൾ റമദാനിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹു തുറന്നു വെക്കും. 3, ആകാശത്തിന്റെ കവാടങ്ങൾ സർവശക്തനായ അള്ളാഹു തുറക്കും. ഇതൊക്കെ ഹദീസിൽ വന്ന പ്രയോഗങ്ങളാണ്. മാത്രമല്ല, യുസയ്യിനുല്ലാഹു കുല്ല യൗമിൻ ജന്ന, സ്വർഗ്ഗത്തെ റമദാനിലെ ഓരോ ദിവസവും അല്ലാഹു അലങ്കരിക്കും. സ്വർഗ്ഗത്തെ റമദാനിലെ ഓരോ ദിവസവും സർവശക്തനായ അള്ളാഹു ഇങ്ങനെ അലങ്കരിച്ചുകൊണ്ടേയിരിക്കും. യൂഷികു ഇബാദിയ സ്വാലിഹൂൻ, എന്നിട്ട് തുടർന്ന് ഇങ്ങനെ പറയാണ്, സ്വർഗത്തോട് അള്ളാഹു ഇങ്ങനെ പറയാ, സ്വർഗത്തെ ഓരോ ദിവസവും അലങ്കരിക്കാൻ അള്ളാഹ് പറയും. സ്വർഗത്തെ ഓരോ റമദാനിലെ ദിവസവും അലങ്കൃതമാക്കിയിട്ട് സ്വർഗത്തോട് പറയും, എന്റെ സ്വാലിഹീങ്ങളായ അടിമകൾ ഇങ്ങോട്ട് പ്രവേശിക്കാനുള്ള ത്വരിതപ്പെട്ട പണിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തെ ഓരോ ദിവസവും അലങ്കരിക്കുമെന്ന് കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. എത്ര മനോഹരമായ സംസാരമാണ് പ്രിയപ്പെട്ടവരെ ഈ കേൾക്കുന്നത്. സ്വർഗത്തെ ഓരോ ദിവസവും അലങ്കൃതമാക്കിയിട്ട് എന്റെ സ്വാലിഹീങ്ങളായ അടിമകൾ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കത്തിലാണ്. അവർ അതിനു വേണ്ടിയുള്ള വെപ്രാളത്തിലാണ്. അതിനാണ് അവർ അരക്കെട്ട് മുറുക്കി ഇറങ്ങിയത്. അതിനാണ് അവർ എനിക്ക് വേണ്ടി പട്ടിണി കിടന്നത്. അതിനാണ് അവർ എനിക്ക് വേണ്ടി പാനീയം ഉപേക്ഷിച്ചത്. അതിനാണ് എനിക്ക് വേണ്ടി അവർ പകൽ സമയത്ത് ഭാര്യ ഭർത്തൃ ബന്ധം ഉപേക്ഷിച്ചത്. അതിനു വേണ്ടിയാണ് അവർ അനാവശ്യ സംസാരങ്ങളിൽ നിന്ന് മാറി നിന്നത്. ഈ സ്വർഗത്തിന് വേണ്ടി അവർ പാടുപെട്ട് പണിയെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർവശക്തനായ അള്ളാഹു സ്വർഗത്തെ ഓരോ ദിവസവും അലങ്കൃതമാക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ തന്നെ അതിന്റെ ബാക്കിയിൽ ഹദീസിൽ കാണാം, വഗുല്ലികത് അബ്വാബുന്നാർ, നരകത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തആല കൊട്ടിയടക്കുകയാണ്. നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കും. അത് മാത്രമല്ല, അല്ലാഹു തആല വിളിച്ചു പറയാൻ ആവശ്യപ്പെടുകയാണ്, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, ഖൈർ ചെയ്യുന്നവരെ, നന്മ ചെയ്യുന്നവരെ മുന്നോട്ട് വന്നോളൂ, മുന്നോട്ട് വന്നോളൂ. യാ ബാഗിയൽ ശർ, തിന്മ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ അക്സിർ, മതിയാക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്നുള്ള വിളിച്ചു പറയലുകൾ നടക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഈ പ്രോഗ്രാമിന്റെ ചെലവിലേക്കുള്ള ബക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ വരുന്നു. മാന്യമായി അതിനെ മനസ്സിലാക്കിക്കൊണ്ട്, ഇതിന്റെ സാമ്പത്തിക ചെലവ് മനസ്സിലാക്കിക്കൊണ്ട് കാര്യമായിട്ട് ഇടപെടണമെന്ന് പ്രത്യേകമായി സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നരകത്തിന്റെ 7 കവാടങ്ങളാണ് പ്രിയപ്പെട്ടവരെ റമദാൻ എന്ന് പറയുന്ന പരിശുദ്ധമായ മാസത്തിൽ സുഹൃത്തുക്കളെ കൊട്ടിയടക്കുന്നത്. പരിശുദ്ധമായ റമദാനിൽ നരകത്തിന്റെ 7 കവാടങ്ങളും കൊട്ടിയടക്കുകയാണ്. മാത്രമല്ല, അല്ലാഹു തആല പറഞ്ഞതായി മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹു തആല അല്ലാഹുവാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ഉതഖാഉ മിനൻ നാരി വദാലിക ഫീ കുല്ലി ലൈല, ഓരോ രാത്രിയും നരകത്തിൽ നിന്നുള്ള മോചനം അല്ലാഹു കൊടുക്കുന്നുണ്ടെന്നാ. നരകത്തിൽ നിന്നുള്ള മോചനം, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് നരകത്തിലേക്ക് പോകേണ്ട ചില ആളുകൾക്ക് നരകത്തിന്റെ മോചനം ഓരോ രാത്രിയും അല്ലാഹു തആല നൽകുന്നുണ്ട്. വസുഫിദത്തി ശയാതീൻ, പിശാചുക്കളെ ബന്ധിക്കുകയാണ്, ചങ്ങലക്കിടുകയാണ്. മല്ലന്മാരായ ജിന്നുകളെയും പിടിച്ചുകെട്ടുകയാണ്. ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജിന്നുവർഗത്തിൽപ്പെട്ട ആളുകളെയും, ജിന്നുവർഗത്തിൽപ്പെട്ട ഏറ്റവും ദുഷിച്ച വർഗമാണ് ആര്? ഷയാത്വീൻ. അവരെയും ബന്ധിപ്പിക്കുകയാണ്. ഇപ്പൊ മനുഷ്യരിൽ തന്നെ അക്രമ സ്വഭാവമൊക്കെ കാണിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതേപോലെ ജിന്നുവർഗത്തിലും ഈ അർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരെ പിടിച്ചു കെട്ടുകയാണ്. ഷയാത്വീൻ എന്ന പ്രയോഗവും കാണാം. ജിന്നുവർഗത്തിൽപ്പെട്ട ചില മല്ലന്മാരെ, ചില അക്രമ സ്വഭാവമുള്ളവരെ ഈ സമയത്ത് പിടിച്ചു കെട്ടുകയാണ്. ഇതൊക്കെ ഹദീസിൽ പ്രയോഗങ്ങളിൽ വന്നതാണ്. അപ്പോ ശൈത്താനെ പിടിച്ചു ബന്ധിക്കുന്നു, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കുന്നു, കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നു, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നു, സ്വർഗത്തിന്റെ 8 വാതിലുകളും തുറന്നു വെക്കുന്നു. പോരാ, ഓരോ രാത്രിയും നരകമോചനത്തിൽ അല്ലാഹു തആല ആളുകളെ സെലക്ട് ചെയ്യുന്നു. പോരാ പ്രിയപ്പെട്ടവരെ, ദാ നന്മ ചെയ്തവരെ മുന്നോട്ട് വരൂ, മടിച്ചു നിൽക്കാതെ മുന്നോട്ട് വരൂ എന്ന് വിളിച്ചു പറയുന്നു. തിന്മ ചെയ്തവരെ മതിയാക്കിക്കൊള്ളൂ, നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന പ്രയോഗം സർവശക്തനായ റബ്ബ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ നോമ്പിന്റെ പവിത്രമായ ദിനരാത്രങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുകയാണ്. പോരാ, നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന ഹദീസ് ഉണ്ട്, ആരെങ്കിലും റമദാനിൽ റമദാനിൽ ഈമാനോട് കൂടി, നല്ല വിശ്വാസത്തോടു കൂടി എന്റെ റബ്ബ് എനിക്ക് പ്രതിഫലം തരും, ഈ പട്ടിണിക്ക്, ഈ പ്രയാസത്തിന്, ഈ വെള്ളം കുടിക്കാതെ തൊണ്ട ഉണങ്ങിയതിന്, അതേ കാത്തിരുന്നതിന് എന്റെ റബ്ബ് എനിക്ക് പ്രതിഫലം തരുമെന്ന ഇഹ്തിസാബ്,
പ്രതിഫലേച്ഛയോടുകൂടി സർവശക്തനായ റബ്ബ് ഇതിന് കൂലി തരാതിരിക്കില്ല എന്ന നല്ല നീയത്തോടുകൂടി, നല്ല വിശ്വാസത്തോടുകൂടി ഒരാൾ നോമ്പനുഷ്ഠിക്കുകയും ആ റമദാനിലെ നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അല്ലാഹു തആലയുടെ പ്രവാചകൻ പറയുന്നു, ഖറജ മിൻ ദുനൂബിഹി, അവനെ പാപങ്ങളിൽ നിന്ന് പുറത്താക്കുകയാണ്, അവനെ പാപങ്ങളിൽ നിന്ന് അവന് പുറത്തു കിടക്കാൻ പറ്റുകയാണ്. കയൗമി വലദത്തുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ നിഷ്കളങ്കനായ ഒരു കുട്ടിയുടെ അവസ്ഥയിലേക്ക് ഈ ആളുകൾ മാറുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും ചില ഹദീസുകളിൽ കാണാം, ഒരാൾ റമദാനിലെ ഒരൊറ്റ ദിവസത്തെ നോമ്പെടുത്താൽ തന്നെ 70 വർഷം നരകാഗ്നിയിൽ നിന്ന് ദൂരെയാവുകയാണ്. അങ്ങനെ ഒരാൾ ഒരൊറ്റ ദിവസം റമദാനിലെ ഒരൊറ്റ നോമ്പ്, മൻ സ്വാമ യൗമൻ, ഒരു ദിവസത്തെ നോമ്പ്, അള്ളാഹുവിന്റെ കൂലി ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി വഹ്തിസാബ, പ്രതിഫലേച്ഛയോടുകൂടി ഒരു നോമ്പെടുത്താൽ, സർവശക്തനായ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച, അള്ളാഹിന്റെ വഹയി പ്രകാരം നമ്മളെ പഠിപ്പിച്ചത്, ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ, 70 വർഷം വഴി ദൂരത്തേക്ക് അവന്റെ മുഖത്തെ, അവനെ നരകത്തിൽ നിന്ന് ദൂരെയാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിളിപ്പാടകലെ പരിശുദ്ധമായ റമദാൻ വന്നു നിൽക്കുകയാണ്. ആ റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള സൗഭാഗ്യം സർവശക്തനായ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത്രയും വലിയ പ്രതിഫലം അള്ളാഹു തആല ഓഫർ തരുന്ന ആ പരിശുദ്ധമായ ദിനരാത്രങ്ങളിലേക്ക് ഇവിടെ വരെ എത്തിയ നമുക്ക് അതിലേക്ക് കടക്കാൻ, അത് ഈമാനോടുകൂടി നിർവഹിക്കാൻ, ഇഹ്തിസാബോടുകൂടി നിർവഹിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പ്രതിഫലങ്ങളും അതിന്റെ ഏറ്റവും ശ്രേഷ്ഠതയും മനസ്സിലാക്കി നിർവഹിക്കാൻ ഈ ലോകത്തിന്റെ രക്ഷിതാവായ സർവശക്തനായ അള്ളാഹു നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൻ സ്വാമ റമളാൻ, റമളാനിൽ ആരെങ്കിലും നോമ്പെടുത്തു, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയാണ്. മൻ ഖാമ റമളാൻ, ആരെങ്കിലും റമളാനിൽ കൃത്യമായി നിന്ന് നമസ്കരിച്ചു, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു കൊടുക്കുകയാണ്. മൻ സ്വാമ റമളാന, മൻ ഖാമ റമളാന എന്നൊക്കെ കഴിഞ്ഞിട്ട് അതിനിടയിൽ അള്ളാഹു തആല മുത്തുനബിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഈമാനൻ വഹ്തിസാബ. അതില്ലാത്ത റിപ്പോർട്ട് കടന്നു വരുന്നില്ല. എങ്ങനെങ്കിലും നോമ്പെടുത്താ പോരാ, ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി നോമ്പെടുത്താൽ അള്ളാഹു തആല നമുക്ക് പുറത്തു തരുമെന്നതാണ്. പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, ഇതൊരു ഖുർആനിന്റെ മാസം കൂടിയാണ്. പരിശുദ്ധ റമദാൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ മാസം കൂടിയാണ്. ആ ഖുർആൻ കഴിഞ്ഞ റമദാനിൽ എത്രത്തോളം ഖുർആനുമായി ഞാനും നിങ്ങളും അടുത്തോ, എന്നിട്ട് ഈ റമദാനിന്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോ, വിളിപ്പാടകലെ വന്ന് നിൽക്കുമ്പോ ഖുർആനുമായിട്ടുള്ള ഒരു വർഷത്തെ ബന്ധം, 11 മാസക്കാലത്തെ ബന്ധം എനിക്ക് എത്രത്തോളം ഉണ്ട് എന്ന ആത്മപരിശോധനക്ക് ഈ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോ നമ്മൾ ഓരോരുത്തരും റെഡിയാകണം. ഞാൻ മനസ്സിലാക്കുന്നു 2008 മുതൽ തുടങ്ങിയതാണ് ഇവിടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിജ്ഞാനവേദി. എത്രയോ ക്ലാസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതിന്റെ മേൽഭാഗത്ത് ഞാനും ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണയൊക്കെ ഈ വിജ്ഞാനവേദിയിൽ ക്ലാസ് എടുത്തത് ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെയും എടുത്തത് ഓർക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവർ, അങ്ങനെ എത്രയോ ആളുകൾ വന്ന് ഇവിടെ ഈ വിജ്ഞാനവേദിയുടെ ഒരു വൈജ്ഞാനികമായ 1 മണിക്കൂർ 1.5 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ വൈജ്ഞാനികമായ ഈ കൊച്ചു സദസ്സ്, അതിൽ എത്രയോ സമയം ഇരിക്കാൻ അവസരം കിട്ടിയവരാകാം നിങ്ങളിൽ പലരും. അവിടെ എത്രയോ സമയം സംസാരിക്കാൻ അവസരം കിട്ടിയവരാകാം എന്നെ പോലെയുള്ളവർ പലരും. നമ്മളൊക്കെ റബ്ബിന്റെ കോടതിയിൽ കേട്ടില്ല, പറഞ്ഞില്ല, അറിയിച്ചില്ല, ഇതിനു വേണ്ടി പ്രവർത്തിച്ചില്ല എന്ന് പറയാൻ അവസരം കിട്ടാത്തവരാണ്. നാം എളുപ്പമാക്കി. എന്തിന്? ചിന്തിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക്, ആലോചിക്കുന്നവർക്ക്. ആരുണ്ട് ചിന്തിക്കാൻ, ആരുണ്ട് പഠിക്കാൻ? അല്ലാഹു ചോദിച്ചത് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഈ ഖുർആൻ ഇവിടെ ഇരിക്കുന്ന 20 കൊല്ലം 15 കൊല്ലം 10 കൊല്ലം വിജ്ഞാനവേദിയുടെ സദസ്സിൽ ഒരു വിജ്ഞാനവേദി പോലും കാരണമില്ലാതെ മുടക്കാതെ വന്ന് ഈ വൈജ്ഞാനികമായ സദസ്സിൽ പങ്കാളികളായ സഹോദരിമാരോടും സുഹൃത്തുക്കളോടും പുതുമുഖങ്ങളോടും ഞാൻ ചോദിക്കുന്നു, നമുക്കുള്ള ബന്ധം എത്രയാണ്? ഖുർആനുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും ഈ 130 ജുസയിൽ നിന്ന്, പ്രിയപ്പെട്ട 6200 ചില്ലാൻ വരുന്ന ആയത്തുകളിൽ നിന്ന് എത്രത്തോളം സൂറത്തുകൾ നമ്മുടെ മനസ്സുകളിൽ ഒന്ന് കേട്ടാൽ, ഒന്ന് ഓതിക്കേട്ടാൽ അതിന്റെ അർത്ഥ ശകലങ്ങൾ, ആശയ തലങ്ങൾ നമുക്ക് മനസ്സിലാവും. മാറ്റല്ലല്ലോ. ഖുർആൻ ഹദീസ് പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ട് നമ്മൾ ഉപയോഗിച്ചോ? പോവണം എന്ന് പറഞ്ഞവരുണ്ട്, ഇനി തുടങ്ങണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്, അടുത്ത മാസം തുടങ്ങാം എന്ന് വിചാരിച്ചവരുണ്ട്, അടുത്ത വർഷം മുതൽ എന്തായാലും പോകണമെന്ന് വിചാരിച്ചവരുണ്ട്. എത്ര വർഷമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? പ്രത്യേകിച്ച് മഞ്ചേരി പോലെയുള്ള ഈ സ്ഥലത്ത് അള്ളാഹുവിന്റെ
ആ തൗഫീക്കിനാൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. 22 പോയാൽ അവിടെയുണ്ട്, മേലാക്കത്ത് പോയാലുണ്ട്, പല ഭാഗത്തുണ്ടാവാം. എന്നിട്ട് നമ്മളൊക്കെ എത്ര ഉപയോഗിച്ചു? നമുക്ക് തിരക്കാണ്, നമുക്ക് സമയമില്ല, നമുക്ക് കച്ചവടമാണ്, നമുക്ക് ബിസിനസ്സാണ്. ആഴ്ചയിൽ 1-1.5 മണിക്കൂർ സമയമാണ് അള്ളാന്റെ ഖുർആൻ പഠിക്കാൻ നമ്മളെ വിളിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഇതിലെല്ലാവരും പങ്കെടുക്കുന്നവരാകാം, ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത്. പക്ഷേ ഒരു സൂറത്തുൽ ബഖറ 2-ാമത്തെ അധ്യായം, 3 ആൽ ഇംറാൻ, 4 നിസാ, 5 മാഇദ, 6 അൻആം, അഅറാഫ്, 8 അൻഫാൽ, 9 തൗബ, 10 യൂനുസ്, 11 ഹൂദ്, ഈ 114 അധ്യായം വരെ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഒരു 10 സൂറത്ത് എനിക്ക് കേട്ടാൽ എൻ്റെ ആശയമൊക്കെ മനസ്സിലാവും എന്ന ഒരു അർത്ഥതലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു 10 സൂറത്ത് ഖുർആൻ എന്ന് വലിയ സൂറത്തുകൾ മനസ്സിലാക്കുമെങ്കിൽ ബാക്കി സൂറത്തുകളുടെ അർത്ഥം നമുക്ക് ആയത്ത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് അറബി ഭാഷയുടെ പ്രത്യേകതയാണ്, അത് അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. ചെറിയ അക്ഷരം കൊണ്ട് സെന്റൻസ് കുറിക്കുന്ന ഭാഷയാണ് അറബി, അല്ലേ? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന. ആ വാവുൽ ആതുഫാണ്, അതൊരു സെന്റൻസിലേക്ക് അവിടെ ചേർക്കാനുള്ളതാണ്. വാവുൽ ആതുഫാണ്, ആൻഡ് എന്നതിന് ഉപയോഗിക്കുന്ന വാവാണ്. പിന്നെ നാ എന്നുള്ളതോ നമ്മൾ എന്ന് പറയാനുള്ള പ്ലൂറലിനെ നമ്മളാകുന്ന ഈ കൂട്ടത്തെ അറിയിക്കാനുള്ളതാണ്. അവിടുത്തെ സെന്റൻസ് എന്താണ്? വഖിന, ഖി എന്നതാണ് അവിടുത്തെ സെന്റൻസ്. നീ അവനെ രക്ഷിക്കുന്നതാണ് ഖി എന്നൊരു അക്ഷരത്തിന്റെ അർത്ഥവും ഉണ്ടോ? നീ രക്ഷിക്ക്, നീ അവനെ രക്ഷിക്ക് എന്ന് പറയാവുന്നതിന് അറബിയിൽ പറയാവുന്ന ഒരു അക്ഷരമാണ് ഖി. അപ്പൊ വാവ് അതിലേക്ക് ചേർത്തി എന്തിനാണ്? ആൻഡിന് വേണ്ടിയിട്ടാണ്. ആ നൂൻ അവിടേക്ക് വന്നത് എന്തിനാണ്? നമ്മളെന്ന പ്ലൂറലിനെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളെ രക്ഷിക്കണേ അള്ളാ എന്ന് പറയാനാണ്. അപ്പൊ അവിടെ ആ ഖി എന്നൊരൊറ്റ പദം അക്ഷരം കൊണ്ട് വലിയ അർത്ഥം കുറിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയുണ്ട് അറബിയിലെ അക്ഷരങ്ങൾ കൊണ്ട്? 2 അക്ഷരങ്ങളെ കൊണ്ട്, 3 അക്ഷരങ്ങളെ കൊണ്ട്. അപ്പൊ അറബിയിൽ ഒരു പേജ് എഴുതിയാൽ അത് ഇംഗ്ലീഷിലേക്ക് അതിന്റെ പരിഭാഷ കൊണ്ടുവരുമ്പോൾ ഏത് ഭാഷയിലേക്കാകട്ടെ, മലയാളത്തിലാകട്ടെ, ഒരു പേജ് കൊണ്ട് നിർത്താൻ കഴിയില്ല. അത്ര ചെറിയ പദങ്ങളെ കൊണ്ട് വലിയ ആശയ സമ്പുഷ്ടമായ ആ അർത്ഥതലങ്ങളെ കുറിക്കാൻ പറ്റുന്ന ഭാഷയാണ് അറബി. അങ്ങനെ മാറാനും പറ്റില്ല. എടുത്തു പിന്നെ അതിന് ഹർക്കത്തുകൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റും. സന്ദർഭം മനസ്സിലാക്കിക്കൊണ്ട് ബർറ്, ബിർറ്, ബുർറ് എന്ന് പറയുമ്പോൾ ഒക്കെ ഒരുപോലെയാണ് എഴുതുക. ഒന്ന് കരയാണ്, ഒന്ന് കടലാണ്, ഒന്ന് പുണ്യമാണ്, അല്ലെ എന്ന് പറയുന്നത് പോലെ. ഒന്ന് ഗോതമ്പാണ്, ഒന്ന് കരയാണ്, ഒന്ന് പുണ്യമാണ്, ഒന്ന് ധാന്യമാണ്, ഒന്ന് പുണ്യത്തെ കുറിച്ച് പറയാനല്ല. ബിർറ്, ബുർറ്, ബർറ്, ഒന്ന് കരയാണ്. നോക്ക് നിങ്ങൾ, കടൽക്കരയെ കുറിച്ച് പറയാൻ, ഗോതമ്പ് ധാന്യത്തെ കുറിച്ച് പറയാൻ, പുണ്യത്തെ കുറിച്ച് ഒക്കെ ഒരേപോലെയാണ് എഴുതുക. പക്ഷേ ഒരു അറബി ഭാഷയുടെ പ്രത്യേകതയാണത്. അത്ര സൂക്ഷ്മമായി, ഞാൻ ആ ഭാഷയിലെ പ്രയോഗത്തിലേക്ക് കടക്കാനല്ല ഇത് പറഞ്ഞത്. ഈ ഖുർആൻ ഒന്ന് മനസ്സിരുത്തി വായിക്കാൻ ശ്രമിച്ചാൽ, സൂറത്തുൽ ഫാത്തിഹ 60 വയസ്സുള്ള ആളി സദസ്സിലുണ്ടാവാം, 50 വയസ്സുള്ളവരുണ്ടാകാം, 45-ഉം 40-ഉം ഉള്ളവരുണ്ടാകാം. എത്ര കൊല്ലമായി നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന ഒരു മടുപ്പ്, ഒരു പ്രയാസം, എത്ര കാലായി ഇത് ഓതുന്നു, ഇതന്നെ ഓതുകയാണ് എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് ഖുർആന്റെ ആയത്ത് ഓതുമ്പോൾ വരുന്നുണ്ടോ? നമ്മൾ വായിച്ച ഒരു നോവൽ, നാം വായിച്ച ഒരു സ്റ്റോറി, നാം വായിച്ച ഏതെങ്കിലും ഒരു കഥാപുസ്തകം, നാം വായിച്ച ഏതെങ്കിലും കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കുന്ന ഒരു പുസ്തകം രണ്ടാമത് നാം എടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറയും ഞാൻ ഇത് വായിച്ചതാണ്. എന്നാൽ അള്ളാഹുവിന്റെ കലാമുല്ലാഹി അൽ മുനസ്സൽ അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിവാസിതത്തി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന നിർവചനം കൊടുക്കുന്ന ഈ ഖുർആൻ ഒരു 5 പേജ് ഓതണമെന്ന് തീരുമാനിച്ചിരുന്നോക്ക്, മനസ്സറിഞ്ഞിരുന്നാൽ 5-ൽ നിർത്താനല്ല നമുക്ക് തോന്നുക. എങ്ങനെയെങ്കിലും അത് 8 പറ്റുമോ? എങ്ങനെയെങ്കിലും ഇതാ ഇനിയിപ്പോ ഈ നിങ്ങൾ മറിച്ചു നോക്കൂ, ഇനിയിപ്പോ 3 പേജും കൂടി ഉള്ളൂ ഈ സൂറത്ത് തീരാൻ, എന്നാൽ അതങ്ങോട്ട് തീർത്തിട്ട് വെക്കാം, ഇതങ്ങോട്ട് തീർത്തിട്ട് വെക്കാം, അല്ലേ? അതാണ് നമ്മളെ ഖുർആൻ നമ്മളോട് പറയല്, നമ്മളെ പ്രേരിപ്പിക്കല്. എന്നാ വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം വായിച്ചു നോക്കി, വേറെ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്ക്. അത് നിർബന്ധിത ഘട്ടത്തിൽ വായിക്കാന്നല്ലാതെ എന്നാൽ തന്നെ മടിച്ച് നാളെ നോക്കാം എന്ന അർത്ഥത്തില. അപ്പോ ഓരോ വക്തിന്റെ കൂടെയും ഒന്ന് തീരുമാനിക്കുക. നമ്മളൊക്കെ ഈ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ഖുർആൻ ഓതേണ്ടവരാണ് നമ്മൾ. റമദാനിൽ പ്രവേശിച്ചാൽ സുബഹിയുടെ മുമ്പ്, സുബഹിക്ക് ശേഷം, ലുഹറിന് മുമ്പ്, ലുഹറിന്റെ ശേഷം, അസറിന്റെ മുന്നിലും പിന്നിലുമായി, മഗ്രിബിന്റെ മുന്നിലും പിന്നിലുമായി, ഇശാഇന്റെ മുന്നിലും പിന്നിലുമൊക്കെയായി കുറച്ച് സമയം, ഏതാനും മിനിറ്റുകൾ നിങ്ങൾ കൊടുക്കാൻ തയ്യാറായാൽ ഖുർആൻ റമദാനിൽ 1ഉം 2ഉം തവണയൊക്കെ നമുക്ക് സുഖസുന്ദരമായി ഓതി തീർക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ അർത്ഥം ജീവിതത്തിൽ ഖുർആനിന്റെ ആശയ പരിഭാഷ, ഖുർആനിന്റെ ആശയമറിയിക്കുന്ന പരിഭാഷ, ഖുർആനിന്റെ നേർക്ക് നേരെ ഓരോ അർത്ഥവും കുറിക്കുന്ന ഒരു പരിഭാഷയും ലോകത്തൊരാൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആശയ പരിഭാഷ എന്ന് പറയുന്നത് അത് ലോകത്ത് ഇന്നുവരെ എത്ര കൊല്ലമായി നമ്മുടെ പണ്ഡിതന്മാർ ത്യാഗം സഹിച്ച് മറ്റു തഫ്സീറുകളെ അവലംബമാക്കി അതിന്റെ പരിഭാഷ എന്ന് പറയാവുന്ന
ആശയങ്ങളെ ലോകത്ത് കുറിച്ചു വെച്ചിട്ട്, എന്നിട്ട് ജീവിതത്തിൽ ഇന്ന് വരെ ഖുർആനിന്റെ പരിഭാഷ ആദ്യം മുതൽ അവസാനം വരെ ഒരു തവണ വായിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. ഇപ്പൊ നമ്മളൊക്കെ എന്ത് ബിസിനസ്സിലാവട്ടെ, ഏത് വലിയ തിരക്കുള്ള ആളുകളാകട്ടെ, അള്ളാന്റെ ഖുർആൻ നമ്മളോട് ജീവിതത്തിൽ കൊണ്ടുവരാനും ഹൃദയത്തെ തട്ടി ഉണർത്താനും ചിന്തകളെ തട്ടി ഉണർത്താനും അതേ കർമ്മപദത്തിലേക്ക് നമ്മളെ ഇറക്കാനും സർവശക്തനായ റബ്ബ് വെച്ച നിയമാവലിയാണ് പരിശുദ്ധ ഖുർആൻ. ആ നിയമാവലിയെ, നിർദ്ദേശങ്ങളെ, സ്വർഗത്തിലേക്ക് വേണ്ട നിർദ്ദേശങ്ങളെ, നരകത്തിന് രക്ഷപ്പെടാനുള്ള നിർദ്ദേശങ്ങളെ, ജീവിതത്തിന്റെ മുച്ചൂട് രംഗങ്ങളെ അതേ കൃത്യമായി പഠിപ്പിക്കുന്ന മനുഷ്യന്റെ സൗഹാർദ്ദങ്ങളെ, അയൽപക്ക ബന്ധങ്ങളെ, മാതാപിതാക്കളോടുള്ള കടമകളെ, തന്റെ മക്കളോടുള്ള കിടപ്പാടുകളെ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ, കുടുംബ ജീവിതത്തിന്റെ മുച്ചൂട് രംഗങ്ങളെ എല്ലാം സൂചനാപരമായി സംസാരിച്ച ഖുർആനിന്റെ അർത്ഥതലങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ലോകത്തറിയുക? എന്താ നമ്മൾ അറിയുക ലോകത്ത്? 60 കൊല്ലം സമയം കിട്ടിയിട്ട്, 50 കൊല്ലം സമയം കിട്ടിയിട്ട്, 40 കൊല്ലം പ്രായപൂർത്തിയെത്തി, ഒരു 10-15 കൊല്ലം വീട്, 40 കൊല്ലം ജീവിച്ചാൽ 25 കൊല്ലം 15 വിട്ടാലും ബാക്കിയില്ലേ? ആ 25 കൊല്ലം സമയം കിട്ടിയിട്ട് മക്കൾക്ക് വേണ്ടി ഓടി എത്ര പ്രവാസികളെ പരിചയം അറിയോ നിങ്ങൾക്ക്? ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എൻ്റെ ഒരു പ്രായമുള്ള സുഹൃത്ത് പ്രവാസിയായി എന്നോട് പറഞ്ഞു, നിങ്ങളെ സ്ഥാപനത്തിൽ ഞാൻ നിൽക്കട്ടെ എന്ന്. ഒരു പ്രവാസിയായ സുഹൃത്ത് പറയാം, ഇടക്കരയിൽ നമുക്കൊരു സ്ഥാപനം ഉണ്ടല്ലോ, ഒന്നും ശമ്പളമൊന്നും വേണ്ട, അവിടെ അങ്ങ് നിന്നാ മതി, കുട്ടികൾ കൊടുക്കണ ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ പണിയൊക്കെ ഞാൻ അടുത്തോളാം, അവിടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചു. എന്താണ് പ്രശ്നം? 25-28 കൊല്ലം ഗൾഫിൽ നിന്ന് വന്ന ആളാ, ഇപ്പൊ കയ്യിൽ ക്യാഷില്ല. മൂപ്പര് പറയാണ്, മക്കള് ചോദിക്കുമ്പോ പൈസ, ഭാര്യ പറയുമ്പോ കയ്യിലില്ലെങ്കിൽ റൂമിലുള്ള ആളടുന്ന് വാങ്ങിയിട്ട് അയച്ചു കൊടുക്കുക. ഓരോ മാസവും മിനിമം 30,000-ൽ കുറയാത്ത സംഖ്യ ഞാൻ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് ശേഷിപ്പുകളൊന്നുമില്ല, ഞാൻ വലിയ വിദ്യാസമ്പന്നനൊന്നല്ല, സാധാരണ ജോലിക്കാരനാ. അങ്ങനെ അധ്വാനിച്ച് ഊറ്റി മെഴുകുതിരി പോലെ കത്തിത്തീർന്ന് അവസാനം ഇനി വയ്യ, ഇനി നാട്ടിൽ വന്ന് വീട്ടിലിരുന്ന്, വീടിന്റെ അടുത്ത് പള്ളിയുണ്ട്, അവിടെ പോയി ജമാഅത്തിലൊക്കെ പങ്കെടുത്ത്, മക്കളെ കുറച്ച് വലുതായല്ലോ, അതുകൊണ്ട് ഒന്ന് സമാധാനത്തിലിരുന്ന് ഭാര്യനൊക്കെ കണ്ട് ഈ 30-28 കൊല്ലത്തിനിടയിൽ മൂപ്പര് പറയാ, വർഷത്തിൽ 1 മാസം ലീവ്, വർഷത്തിൽ 1 മാസം ലീവ്. ചിലപ്പോൾ 2 മാസം എടുത്താൽ ശമ്പളം കിട്ടൂല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. ചിലപ്പോൾ 1 വർഷം വരൂല, 2 വർഷം എന്താക്കും, ഒരു 3 മാസം ലീവ് ആക്കിയിട്ട് 2 വർഷം കൂടുമ്പോൾ വരും. അപ്പൊ 1 മാസം 1 വർഷത്തിൽ ലീവുള്ള ഈ പാവപ്പെട്ട മനുഷ്യന് 28 കൊല്ലം എത്ര മാസം കിട്ടി ലീവ്? 28 മാസം എന്ന് പറഞ്ഞാൽ 2.5 വർഷം കിട്ടിയിട്ടില്ല. ഇനി കുറച്ച് കൂട്ടിയെടുത്തതൊക്കെ കൂട്ടിയാൽ ഒരു 2.5 വർഷം. 28 കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ 2.5 വർഷമാണ് മക്കളും ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റിയത്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് എനിക്കൊരു ഫോട്ടോ ഇട്ടെന്ന് കേട്ടോ, ഒരു ഫോട്ടോ ഇട്ടെന്ന്. ഞാനിങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പറയാന്നൊക്കെ പറയും. മൂപ്പരോട് നോക്കട്ടെ, അത് ആലോചിച്ച് ചെയ്യണം, കുറച്ച് പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ, നമ്മളവിടെ കൊണ്ടുവന്നുണ്ട്, പെട്ടെന്ന് വന്നോളി പറഞ്ഞിട്ട്. അപ്പൊ അയാൾ ഒരു ഫോട്ടോ ഇട്ടു. ആ ഫോട്ടോത്തിൽ എന്താ കരിഞ്ഞ അപ്പം. എന്നോട് പറയാ, ഇത് രാവിലെ എനിക്ക് കഴിക്കാൻ തന്ന നാസ്തിയാണ്, ഇത് കരിഞ്ഞ അപ്പമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോ, നിങ്ങളേറ്റ കൊണ്ടുവരുന്നുണ്ടോ ഇവിടെ, ഞങ്ങൾക്ക് വോയിസ് അയച്ചേരണോ എന്ന് ചോദിച്ചു. നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? കിട്ടിയത് തന്നത് തിന്നിട്ട് മിണ്ടാതെ നിന്നോളി എന്നാണ് എന്റെ സഹധർമ്മിണിയുടെ വാക്ക്. ഞാൻ വോയിസ് നിങ്ങൾക്ക് കേൾപ്പിക്കണോ? അതുകൊണ്ട് വൈകിക്കല്ലേ, ഇനി ഞാൻ അങ്ങോട്ട് വരികയാണ് എന്ന് ഞാൻ അതിന് വേറൊരു മാർഗമൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാനിത് പറയുന്നത് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒന്നും ബാക്കിയാക്കാതെ പ്രവാസ ലോകത്ത് പണിയെടുത്ത് അധ്വാനിച്ച് ആ മനുഷ്യൻ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആ മനുഷ്യനെ 2 കൈകളും നീട്ടി സ്വീകരിച്ച് ശിഷ്ടകാലം അയാൾക്ക് വേണ്ട സേവനം ചെയ്ത് ജീവിക്കേണ്ട ഭാര്യ, ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിച്ച് ജോലിയിലാക്കാൻ വേണ്ടി പണിയെടുത്ത, ഊണും ഉറക്കവും ഒടിച്ച് എക്സ്ട്രാ ഡ്യൂട്ടി എടുത്ത്, ഓവർ ഡ്യൂട്ടി എടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രവാസ ലോകത്ത് പണിയെടുത്ത പാവപ്പെട്ട പച്ചയായ ഈ മനുഷ്യനെ ഞങ്ങൾ ഇനി ഒരു ജോലിക്കും പറഞ്ഞേക്കാതെ വീട്ടിൽ ഇരുത്തണം എന്ന് തീരുമാനിക്കുന്നതിന് പകരം പണം കൊടുത്തപ്പോ ദീന് കൊടുക്കാൻ അയാൾക്ക് പറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? പണം കൊടുത്തപ്പോ, പഠിക്കാനുള്ള കോളേജ് സെലക്ട് ചെയ്ത് കൊടുത്തപ്പോ, പഠിക്കാനുള്ള ഒരുപാട് മേഖലകൾ പറഞ്ഞു കൊടുത്ത് ഫീസ് അടച്ചപ്പോ അള്ളാഹുവിന്റെ ദീനിലേക്ക് അവിടെ QHLS പൊയ്ക്കോളി നിങ്ങളും കുട്ടികളും കൂടിയിട്ട് കേട്ടോ, അള്ളാന്റെ ദീന് പഠിക്കുന്ന ക്ലാസിന്റെ എല്ലാ മാസവും അവിടെ പോയിട്ട് ഇരുന്ന് കേൾക്കണമെന്ന് പറയാൻ നിർബന്ധിക്കാനൊന്നും അയാൾക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ദീന് നഷ്ടപ്പെട്ടു. ഇതൊക്കെ ലോകത്ത് സംഭവിക്കുന്നതാണ് സുഹൃത്തുക്കളെ, ഇതൊക്കെ ലോകത്ത് സംഭവിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ജീവിച്ചു. നേരെ ഖുർആൻ ഓതാൻ സമയമല്ല,
നേരെ നോമ്പെടുക്കാൻ സമയമല്ല. എല്ലാവരും തിങ്കളാഴ്ച വ്യാഴാഴ്ച സുന്നത്ത് നോമ്പെടുക്കുമ്പോൾ അതിനും പറ്റണില്ല, വെയിലത്താണ് പണി അല്ലെ. 13, 14, 15 സുന്നത്ത് നോമ്പെടുക്കുന്ന ആളുകളെ കാണുമ്പോൾ അയാൾക്ക് പറ്റണില്ല. കാരണം കഠിനാധ്വാനത്തിലാണ്, സാധിക്കണില്ല. പിന്നെ ഫർലായ നോമ്പ് നഷ്ടപ്പെടുത്താൻ പറ്റൂലല്ലോ, അതെടുക്കാണ്. സുന്നത്ത് നോമ്പൊന്നും എടുക്കാൻ പറ്റണില്ല. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഈ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി വീട് സ്വപ്നം കണ്ട് പണിയെടുത്തിട്ട് അവസാനം ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും? അതുകൊണ്ട് മക്കൾക്ക് വേണ്ടിയൊന്നും ഓവർ റിസ്ക് ആരും ഏറ്റെടുക്കണ്ട. നമ്മളൊക്കെ അങ്ങനെ ജീവിച്ച അങ്ങനെ അവർക്കൊരു വഴി അള്ള കാണിക്കും. അവർക്ക് വേണ്ടി അധ്വാനിക്കണ്ടെന്നല്ല ഈ പറയണത്, അവർക്ക് വേണ്ടി ബാക്കി വെക്കണ്ടെന്നല്ല. നമ്മുടെ പരലോകം മറന്ന് നമുക്ക് ചെയ്തു തീർക്കാനുള്ള ഇബാദാത്തുകൾ മറന്ന്, നമുക്ക് ചെയ്തു തീർക്കാനുള്ള സുന്നത്തുകൾ മറന്ന്, നാളെ പരലോകത്ത് രക്ഷ കിട്ടാനുള്ള കാര്യങ്ങൾ മറന്ന് ഈ മക്കൾക്ക് വേണ്ടി ഓടി നാം അധ്വാനിച്ച് ലക്ഷക്കണക്കിന് വരുമാനം, കോടികൾ ആസ്തി ഉണ്ടാക്കി മരിച്ചു പോകുമ്പോ പിറ്റേ ദിവസം ആ സ്വത്തിന് വേണ്ടി തർക്കിക്കുന്ന മക്കൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ മടിക്കുന്ന ആളുകൾ കണ്ടില്ലേ? എന്താ തബൂക്കിലേക്ക് പോകുമ്പോ മടി, പ്രവാചകന്റെ കന്തൂറ ഒന്ന് ഇങ്ങനെ നീട്ടിപ്പിടിച്ചിരിക്കാൻ പറയാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ഇങ്ങനെ അവിടേക്ക് വെതറിയിടുകയാണ്. നബിയേ, ഇതൊക്കെ എന്റെ കയ്യിലുള്ളത്, ഇനി അതിന് പുറമെ 900 ഒട്ടകത്തെ ഞാൻ തരാം, അതിന്റെ പുറമെ 100 കുതിരനെ ഞാൻ സംഘടിപ്പിച്ച് തരാം. സുബ്ഹാനല്ലാഹ് അല്ലേ നബിയെ, അള്ളാഹുവിന്റെ പ്രവാചകരെ, വീട്ടിൽ ഇനി ഒന്നും ബാക്കിയില്ല, എല്ലാം കൊണ്ടുവന്നിരിക്കുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറയും, നബിയെ, എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു നബിയെ. ഇങ്ങനെ മത്സരിച്ച സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തെ വെറുതെ കേട്ട് തിരിച്ചു പോകേണ്ടവരല്ല നമ്മൾ. മറിച്ച് നമുക്കെന്ത് കൊടുത്തതേ സുഹൃത്തുക്കളെ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. തിന്നതൊക്കെ പോയില്ലേ അല്ലേ? ഡ്രസ് വാങ്ങിയതൊക്കെ പോയില്ലേ? അത് ദ്രവിച്ച് നുരുമ്പി വേസ്റ്റായി ഒക്കെ പോയി. നമ്മൾ എവിടെ കൊടുത്തു, എവിടെ ചെലവഴിച്ചു, അതൊക്കെ നമുക്ക് ബാക്കിയുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞെന്തിനാണ്? നമ്മളെ മറന്നുകൊണ്ട്, നമ്മുടെ പരലോകത്തെ മറന്നുകൊണ്ട് ചില ആളുകൾ അങ്ങനെയാണ്. നേരെ ജമാഅത്തിൽ കൂടാൻ പോലും സമയമില്ല, പിന്നെ മക്കൾക്ക് വേണ്ടി ഓടുകയാണ്. അങ്ങനെ ഒരു ഓട്ടം ഉണ്ടോ ഇസ്ലാമിലുണ്ടോ? നേരെ ഒന്ന് കണക്കൂട്ടിട്ട് സക്കാത്ത് കൊടുക്കാൻ പോലും സമയമില്ല. മക്കളെ കുറിച്ച് ആലോചിച്ച്, പെൺകുട്ടികളുടെ കല്യാണത്തെ കുറിച്ച് ആലോചിച്ച്, മക്കളുടെ ഫീസിനെ കുറിച്ച് ആലോചിച്ച് ഓടടാ ഓട്ടം. വേറെ ഒന്നും ചെയ്യാൻ സമയമില്ല. ഇങ്ങനെ ഒരു ഓട്ടം ഉണ്ടോ സുഹൃത്തുക്കളെ? അതുകൊണ്ട് നമുക്കൊക്കെ പോരായ്മകളുണ്ട് നമുക്കൊക്കെ. ആ സർവ്വ പോരായ്മകളെയും തുടച്ചു തരാമെന്ന് അള്ളാഹു തരുന്ന ഒരു ഓഫർ തരുന്ന സമയമാണ് റമദാൻ എന്ന് പറയുന്ന പുണ്യത്തിന്റെ മാസം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതിനെ നാം ഒരിക്കലും തട്ടിക്കളഞ്ഞ് ഒന്നും കേൾക്കാത്ത ഒരാളായി ഞാനും നിങ്ങളും മാറിപ്പോകരുത് എന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. നാളെ യൗമത്തുബില സറായിർ എന്ന് പറഞ്ഞില്ല, രഹസ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പാകെ വെളിവാക്കുന്ന ഒരു ദിവസം നാളെ ഞാനും നിങ്ങളും ചെന്നു നിൽക്കേണ്ട ഒരു സമയമുണ്ട്. നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു സമയം വരാനുണ്ട്. സർവ്വ രഹസ്യങ്ങളും അള്ളാഹുവിന്റെ പാർശ്വത്തെ കൊണ്ട് ചില ആളുകൾ അങ്ങനെ മറച്ചു പിടിക്കുന്ന, എന്നിട്ട് അള്ളാഹു അങ്ങനെ ചേർത്ത് പിടിക്കും. ഇതൊക്കെ ഹദീസിൽ വന്നതാ. എന്നിട്ട് പറയും, ഇതൊക്കെ നീ ചെയ്തതാട്ടോ, ഈ കള്ളത്തരങ്ങളൊക്കെ നീ കാട്ടിയതാ, ഈ തോന്നിയാസങ്ങളൊക്കെ നീ ചെയ്തതാ, പക്ഷെ നീ ഒരുപാട് എന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ട്, നീ ഒരുപാട് എന്നെ ആഗ്രഹിച്ചിട്ടുണ്ട്, നീ ഒരുപാട് സ്വർഗം പ്രതീക്ഷിച്ചിട്ടുണ്ട്, നരകത്തെ നീ ഭയപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചെറിയ ചെറിയ കുറ്റങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ നാട്ടുകാരെ അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ അഭിമാനം നഷ്ടപ്പെടുമായിരുന്നു. പക്ഷെ ഞാൻ നാട്ടുകാരെ അറിയിക്കാതെ നിന്റെ ഇർള്, നിന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച് ഞാൻ മറച്ചു വെച്ചതാണ്. ഇതാ ഇവിടെയും ഞാൻ ഇത് വെളിവാക്കാതെ നിന്നെ പരിഗണിച്ചുകൊണ്ട് ഇത് മറച്ചു പിടിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പാർശ്വം മറയാക്കിക്കൊണ്ട് ചില അടിമകളോട് നാളെ പരലോകത്ത് സംസാരിക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? നിഷേധിക്കാൻ പറ്റൂലല്ലോ. ഇതൊക്കെ നീ ചെയ്തതാ ഫാത്തിമ, ഇതൊക്കെ ചെയ്തതാണ് ആയിഷ, അഹമ്മദ്, മുഹമ്മദ്, ഷിയാബെ, അബൂബക്കറെ, അബ്ദുൽ ഗഫൂറെ, മുനീറെ, ഇബ്രാഹിമെ, ഹംസ ഇങ്ങനെ വിളിച്ചിട്ട് ഇതൊക്കെ നീ ചെയ്തതാ, ഇതൊക്കെ രേഖയിലുണ്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് നീ വിചാരിക്കണ്ട. നാട്ടില് ആ പരിപാടി നീ ചെയ്തപ്പോ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് നീ ഒരിക്കലും വിചാരിച്ചു പോകണ്ട. ഞാൻ മറച്ചു വെച്ചതാണ്. നിന്റെ പക്കൽ ഒരുപാട് നന്മകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മറച്ചു പിടിച്ചു. നിന്റെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിന്റെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളിൽ നീ ചെയ്ത ഈ തോന്നിയവാസത്തെ ഞാൻ മറച്ചു വെച്ചതാണ്, അതുകൊണ്ട് അറിഞ്ഞിട്ടില്ല എന്ന് നീ വിചാരിക്കരുത്. പക്ഷെ ഇവിടെയും നിനക്ക് ഞാൻ അത് മറയാക്കി നിന്നെ രക്ഷപ്പെടുത്തുകയാണ്. എന്താ കാരണം? വിശ്വാസമൊക്കെ റെഡിയാക്കി കുറെ നന്മ ചെയ്തവരാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. എന്നെ കേട്ടവരോട് എനിക്ക് പറയാനുള്ളത്, സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പോരായ്മകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട്. അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ.
ജീവിതത്തിന്റെ രഹസ്യ മേഖലകളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ സർവശക്തനായ അള്ളാഹു നമുക്ക് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ പരലോകത്തെ നീ നിന്ദിച്ചു കളയുന്ന, അഭിമാനത്തെ പിച്ചിച്ചീന്തുന്ന ദൗർഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഒരിക്കലും നീ പ്രവേശിപ്പിക്കരുത് അല്ലാ. ഭൂമിയിൽ വെച്ചും നീ ഞങ്ങളുടെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കല്ലേ അല്ലാ. ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവേ, നിന്റെ അപാരമായ റഹ്മത്ത് കൊണ്ട് നീ പറഞ്ഞ വാക്ക് പോലെ നീ കാരുണ്യവാനാണല്ലോ റബ്ബേ, നീ കരുണയുടെ നിധിയാണല്ലോ റബ്ബേ, ഏറെ പുറത്തു കൊടുക്കുന്നവനാണല്ലോ നാഥ, നീ ഏറെ ഇഷ്ടപ്പെടുന്നവനാണല്ലോ റബ്ബേ. അൽ വദൂദായ അർ-റഹ്മാനായ അർ-റഹീമായ അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് മായ്ച്ചു കളഞ്ഞ് ഞങ്ങളെ ജീവിതത്തെ ധന്യമാക്കണേ അല്ലാ. സുഹൃത്തുക്കളെ, പശ്ചാത്താപത്തിന് പറ്റിയ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. അവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാലോ, മരുഭൂമിയിൽ നിങ്ങൾ കേട്ട് അടുത്ത കഥയാണ്. മരുഭൂമിയുടെ യാത്ര പോകുന്നു. കേൾക്കാത്ത ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ഇത് തട്ടട്ടെ എന്ന് നിനക്ക് പറയാണ്. മരുഭൂമിയിൽ യാത്ര പോകുന്ന മനുഷ്യൻ ഒട്ടകപ്പുറത്ത് വെള്ളം കെട്ടിവെച്ച്, ഭക്ഷണം കെട്ടിവെച്ച്, മാറ്റി ഉടുക്കാനുള്ള ഡ്രസ്സ് ഒട്ടകപ്പുറത്ത് വെച്ച് ദീർഘമായ യാത്ര മരുഭൂമിയുടെ ചെയ്യുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ദീർഘമായി സഞ്ചരിക്കുന്നു, തളരുന്നു, ക്ഷീണിക്കുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു മുൾച്ചെടിയുടെ ചെറിയ തണലിൽ ഒന്ന് ഇരിക്കാൻ തീരുമാനിച്ച് അവിടെ ക്ഷീണിച്ചവശനായ മനുഷ്യൻ ഒന്ന് കണ്ണടച്ചു പോകുന്നു. ഒട്ടകത്തെ കെട്ടിയിട്ടിട്ടില്ല. തന്റെ വെള്ളപ്പാത്രവും തന്റെ ഭക്ഷണവും തന്റെ വസ്ത്രവും ഒക്കെ ചൊമ്പിന്നെ ഒട്ടകപ്പുറത്താ. ആ ഒട്ടകം നടന്നുപോയി. കണ്ണെത്താ ദൂരത്ത് ഒട്ടകം മറഞ്ഞുപോയി. അയാൾ ക്ഷീണിതനായി ഉറക്കിൽ നിന്ന് കണ്ണു തുറക്കുമ്പോൾ യാത്ര വന്ന വാഹനത്തെ കാണാനില്ല. കാൽനടയായി അയാൾക്ക് എത്ര ദൂരം നടക്കണമെന്നറിയില്ല. അത്ര ദൂരം സഞ്ചരിച്ച ഒരാളാണ്. രക്ഷയില്ല, ഇനി തിരിച്ചു നടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് വിചാരിച്ച് വീണ്ടും കണ്ണടച്ച് പ്രതീക്ഷകളെല്ലാം മങ്ങിപ്പോയി എന്ന് വിചാരിച്ച് വീണ്ടും തളർന്നിരിക്കുന്ന സമയത്ത് കണ്ണു തുറക്കുമ്പോ നഷ്ടപ്പെട്ടു പോയ ഒട്ടകം തന്റെ വെള്ളപ്പാത്രവും ഭക്ഷണവും പിന്നെ വസ്ത്രവുമായി തന്റെ മുന്നിൽ ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചതുപോലെ നിൽക്കുമ്പോ അയാൾ ക്ഷീണം മറന്ന് ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റിട്ട് ഒട്ടകത്തിന്റെ കയറ് പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത അബ്ദി, നീ എന്റെ അടിമയാണ്, വ അന റബ്ബുക്, ഞാനാണ് നിന്റെ റബ്ബ്. നിന്റെ പ്രസംഗത്തിൽ തെറ്റിയതാണോ? അല്ല, അയാൾക്ക് തെറ്റിയതാ. എന്താ അയാൾ പറഞ്ഞത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത അബ്ദി, നീ എന്റെ അടിമയാണ്, വ അന റബ്ബുക്, ഞാനാ നിന്റെ റബ്ബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ആ മനുഷ്യന് കുറ്റൊന്നും കിട്ടൂല. കാരണം അയാൾക്ക് തെറ്റിയത് ബിശിദ്ദത്തിൽ ഫറഹ്, സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് വാക്ക് പിടച്ചു പോയതാണ്. സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് വാക്ക് പിടച്ചു പോയതാണ്. നമ്മളെല്ലാ പ്രതീക്ഷയും കൈവിട്ട് നിൽക്കുമ്പോൾ പടച്ചവന്റെ ഒരു സഹായം കിട്ടുമ്പോൾ ചിലപ്പോൾ വാക്ക് കിട്ടൂല, പറയാൻ മാറിപ്പോകും. അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. എന്തിനാ ഇത് ഉദ്ധരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? ഈ മനുഷ്യന് എത്ര സന്തോഷമുണ്ടോ അതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷമാണ് അള്ളാഹ് ചിരിക്കും എന്ന് വരെ ഹദീസിൽ പ്രയോഗിച്ചിട്ടുണ്ട്. എന്ന് തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ ചിരി എന്നൊന്നും നമുക്ക് വിശദീകരിക്കാൻ പറ്റൂല. അത് അവിടെ നിൽക്കണം. അള്ളാഹ് ചിരിക്കും, നമുക്കറിയില്ല. അള്ളാന്റെ കൈ അള്ളാന്റെ കാല് എന്നൊക്കെ പറയുന്നില്ലേ, അവിടെ നിൽക്കുക. അതിന്റെ അപ്പുറത്തേക്ക് നീട്ടാനോ കുറക്കാനോ വിശദീകരിക്കാനോ വലിച്ചു നീട്ടാനോ വളച്ചൊടിക്കാനോ ഒന്നും പാടില്ല. അള്ളാഹ് ചിരിക്കുമെന്ന് നമുക്കറിയാത്ത കാര്യമാണ്. അള്ളാഹു തആല അമിതമായി സന്തോഷിക്കും. എപ്പോ? ഒരടിമ അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും, പടച്ചവനെ, ഞാൻ നിന്റെ അടിമയായ ശിഹാബാണ് റബ്ബേ, നീയാണല്ലോ എന്നെ ജനിപ്പിച്ചത് റബ്ബേ, എന്റെ മരണം അതിന്റെ ഡേറ്റ് നിനക്കറിയുമല്ലോ റബ്ബേ, നീ നിശ്ചയിച്ചതല്ലേ റബ്ബേ. എന്റെ ജീവിതത്തിൽ ഇന്ന സമയത്ത്, 1 വർഷം മുമ്പ്, 2 വർഷം മുമ്പ്, 6 മാസം മുമ്പ്, 8 മാസം മുമ്പ്, ഇന്നലെ, മിനിഞ്ഞാന്ന്, റബ്ബേ ഇന്ന് രാവിലെ, റബ്ബേ ഇന്ന തെറ്റ് സംഭവിച്ചു പോയി. അള്ളാഹുവേ, സംഭവിച്ചു പോയതാണ്. അള്ളാഹുവേ, നീ അല്ലാതെ മാപ്പ് തരാൻ ആരുമില്ല, നീ എനിക്ക് പുറത്തു തരേണമേ അല്ലാ എന്ന് പറഞ്ഞ് കണ്ണു നനഞ്ഞ് ഗദ്ഗദമായി കരങ്ങൾ ഉയർത്താൻ പറ്റുന്ന സമയത്ത് കരങ്ങൾ ഉയർത്തി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് ഈ വിജ്ഞാനവേദിയിൽ, ഈ ടൗൺ ഹാളിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ സുഹൃത്തുക്കളെ, ജേഷ്ഠാനികന്മാരെ, ഉപ്പമാരെ, പടച്ചവനോട് കരഞ്ഞു പറഞ്ഞാൽ പടച്ചവനത് ശൂന്യമാക്കി സുഫറാക്കി മടക്കാൻ നിങ്ങൾ നീട്ടിയ കരങ്ങളെ, നിങ്ങൾ ഒളിപ്പിച്ച കണ്ണീരുകളെ, നിങ്ങളുടെ ഗദ്ഗദമായ തൊണ്ടയെ അത് ചോദിച്ചത് ശൂന്യമാക്കി തട്ടിക്കളയാൻ അള്ളാഹുവിന് ലജ്ജയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു സുവർണാവസരം കേട്ടോ, ഒരു ഗോൾഡൻ ചാൻസ് അള്ളാഹു നമ്മുടെ മുമ്പിൽ തരികയാണ്. റമദാൻ ഒന്നുകൂടി കിട്ടിന്റെ പ്രതിഫലമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഒരു വലിയ ചാൻസ് നമുക്ക് അള്ളാഹു തരികയാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും
ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കുന്നു, മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാണ്, മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ. ലഅല്ലക്കും തത്തഖൂൻ. ഈ വാരിയല്ല് കൊണ്ട് അതിന് മുകളിൽ ഇറച്ചിയും അതിന് മേലെ തൊലിയും അതിന്റെ താഴെ ഭദ്രമായ വാരിയല്ല്, അതിനുള്ളിൽ കിടക്കുന്ന ഖൽബ്. പ്രിയപ്പെട്ടവരെ, വീട് ഇനി ശുദ്ധീകരണം തുടങ്ങും. നല്ല മാറാമിലകൾ തട്ടി, ഒരുപക്ഷെ വീടിന്റെ മുറ്റത്തിട്ടിരിക്കുന്ന ഇന്റർലോക്കുകൾ കളർ പോയിട്ടുണ്ടെങ്കിൽ റീപെയിന്റ് ചെയ്തുകൊണ്ട് വീടുകൾ നന്നായി മനോഹരമാക്കി, അല്ലെ, ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കി എടുത്ത് വീടിൽ നല്ല ശുദ്ധീകരണ പ്രവർത്തനം നടത്തും. ഫർണിച്ചറുകൾ തുടക്കാൻ പറ്റുന്നത് തുടക്കും, കെടുകാൻ പറ്റുന്നത് കെടുകും. എല്ലാം നോമ്പാണ് വരുന്നത്. ഒരു നനച്ചുകുളിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് മുസ്ലിം ഉമ്മത്ത്. വീട് പെയിന്റ് അടിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. മാറാമിലകൾ ഒരു മുക്കുമൂലയിൽ ഉണ്ടാവണമെന്നല്ല, വൃത്തി വേണം, ഉണ്ടെങ്കിലും പ്രശ്നമില്ല. പക്ഷെ മനസ്സിനുള്ളിൽ കിടക്കുന്ന മാറാമിലകളുണ്ട്. അസൂയയുടെ മാറാമില കേട്ടോ, പിന്നെ പരദൂഷണത്തിന്റെ മാറാമിലകള്, പരിഹാസത്തിന്റെ മാറാമിലകള്. എല്ലാ വിജ്ഞാനവേദിയിലും പങ്കെടുത്തിട്ട് ഇപ്പോഴും കുശുമ്പ് മാറിയിട്ടില്ല, ഇപ്പോഴും കുറുമ്പ് മാറിയിട്ടില്ല, ഇപ്പോഴും പോര് മാറിയിട്ടില്ല. എത്ര കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്? 40 കൊല്ലായി. ഇപ്പോഴും ഭാര്യയും ഭർത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പായിട്ട് ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചാൻസ് കിട്ടിയ തട്ടിപ്പറയും, കുത്തിപ്പറയും. അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. കച്ചവടത്തിൽ കൃത്രിമം കാണിക്കും. ഇതൊന്നും അവസാനിപ്പിക്കാതെ ഹൃദയത്തിൽ നിന്ന്, ഹൃദയത്തിന്റെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്ന ഈ വൃത്തികേടുകളുടെ മാറാമിലകളെ നിങ്ങൾ തുടച്ചു മാറ്റാതെ നിങ്ങളുടെ കൊട്ടാരവും വീടും മനോഹരമാക്കിയിട്ട് നാളെ പരലോകത്ത് രക്ഷപ്പെടാമെന്ന് ഞാനും നിങ്ങളും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തഖ്വയല്ല. അത്തഖ്വ ഹൗന, ഇവിടെയാണ് തഖ്വ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടുവിരൽ ഇങ്ങോട്ട് ഉയർത്തിപ്പിടിച്ച് നീട്ടിപ്പിടിച്ചിട്ട് 3 തവണ ആവർത്തിച്ചു. അറിയണേ, ഇത് നന്നാകണം, നന്നായാൽ സകലതും നന്നാകും. അലാ അറിയണേ, വഹിയൽ ഖൽബ്, അതാണ് ഹൃദയമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന് ഒരുങ്ങുക. സംസാരിച്ച ഞാനും ഒരുങ്ങുക, നിങ്ങളും ഒരുങ്ങുക. അള്ളാഹു കൂടുതൽ പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പ് നൽകണേ അല്ലാഹ്. റമദാനിന്റെ ഒരു മുന്നൊരുക്കം നടത്തുന്ന ഈ സമയത്ത് അതിന്റെ അഹ്കാമുകളിലേക്ക്, വിധിവിലക്കുകളിലേക്കല്ല ഞാൻ പ്രവേശിച്ചിട്ടുള്ളത്, മറിച്ച് ഈ പരിശുദ്ധമായ റമദാനിനെ വരവേൽക്കുന്നതിന്റെ മുന്നോടിയായി എന്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങണം എന്നത് മാത്രമാണ് ഞാൻ ഈ സംസാരത്തിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ സാധിച്ചു എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാഭാഗത്ത് വേദനിക്കുന്ന ഒരുപാട് കഥകളും ചരിത്രങ്ങളും കേൾക്കുന്നു. ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ദീനിൽ പ്രവേശിച്ചതിന്റെ പേരിൽ മാത്രം, മുസ്ലിമായതിന്റെ പേരിൽ മാത്രം വേദന അനുഭവിക്കുന്ന ഫലസ്തീൻ മക്കളെ പോലെ അല്ലാഹുവേ, ലോകത്തിന്റെ നാനാഭാഗത്തുള്ളവർക്ക് നീ ആശ്വാസം കൊടുക്കണേ അല്ലാഹ്. അവർക്കൊരു സ്വതന്ത്ര രാജ്യം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കളിയാക്കുന്ന, പരിഹസിക്കുന്ന, അപഹസിക്കുന്ന, അല്ലാഹുവേ, ദീനിൽ അനുവദിച്ചതോ ദീനിൽ പറഞ്ഞതോ കാര്യങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്നതിന്റെ പേരിൽ കുത്തുവാക്കുകൾ കൊണ്ട് ആക്ഷേപങ്ങൾ നടത്തുന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവർക്കും സത്യമാർഗത്തിലേക്ക് തിരിച്ചു വരാനുള്ള സൗഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബ ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാരുടെ, ജ്യേഷ്ഠാനികന്മാരുടെ മക്കളുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലോകത്തിന്റെ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഘടത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് എല്ലാം ഹലാലായ മാർഗത്തിൽ വീട്ടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.